10ാം ക്ലാസ്സിലെ കുഞ്ഞുങ്ങൾക്ക് ഹിന്ദി ക്ലാസ്സിലേക്ക് സ്വാഗതം. എൻ്റെ പേര് വിപിൻ, സ്ഥലം തേവലക്കരയാണ്. അപ്പം നമുക്ക് മൊത്തം ഫോക്കസ് പോയിന്റ് പെടുന്നത് 3 യൂണിറ്റുകളാണ്. അതിൽ ഒന്നാമത്തെ യൂണിറ്റിൽ മൊത്തം 3 ചാപ്റ്ററാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒരു കഥ, ഒരു ടിപ്പണി, പിന്നെ മൂന്നാമതായിട്ടൊരു കവിത. അതിൽ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ബീർബോട്ടി എന്ന കഥയാണ് കേട്ടോ. ബീർബോട്ടി എന്ന പ്രഭാത് എഴുതിയ കഥയാണ് നാം ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത്. അപ്പം വളരെ ലളിതമായിട്ട്, വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇന്ന് ബീർബോട്ടി എന്ന കഥ നമുക്ക് പരിചയപ്പെടാം. അപ്പം ബീർബോട്ടി എന്ന കഹാനി എഴുതിയത് പ്രഭാതാണ്. ഓക്കെ, അപ്പം പ്രഭാത് എഴുതിയ സ്റ്റോറിയാണ് ബീർബോട്ടി. അപ്പം 6 കുഞ്ഞു സംഭവങ്ങളിലൂടെയാണ് ഈ കഥ മുന്നോട്ട് പോകുന്നത്. അപ്പം ആ 6 കുഞ്ഞു സംഭവങ്ങൾ, ആ 6 സന്ദർഭങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കണം. ഈ 6 സന്ദർഭങ്ങളിൽ ഏതെങ്കിലും ഒരു സംഭവത്തെ ആധാരമായിക്കൊണ്ടായിരിക്കും നമുക്ക് പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ ചോദിക്കുന്നത്. മനസ്സിലാക്കണം. അപ്പോൾ ആദ്യമായിട്ട് ഫസ്റ്റ് പാരഗ്രാഫിൽ നമ്മൾ പഠിക്കുന്നത് മഴ പെയ്തു കഴിഞ്ഞ സാഹചര്യത്തെക്കുറിച്ചുള്ള വർണ്ണനയാണ് കഥാകൃത്ത് നടത്തിയിരിക്കുന്നത്. പിന്നീട് സാഹിൽ, ബേല. അപ്പം ഈ കഥയിലെ കേന്ദ്ര കഥാപാത്രങ്ങളാണ് സാഹിൽ ഓർ ബേല. സാഹിൽ എന്നും ബേല എന്നും പേരായ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന 2 കുട്ടികളാണ് ഈ കഥയിലെ കേന്ദ്ര കഥാപാത്രങ്ങൾ. അപ്പം അവരുടെ സൗഹൃദം പറയുന്ന ഈ 2 കുട്ടികളുടെ സൗഹൃദമാണ് ഈ കഥയുടെ പ്രമേയം എന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ സാഹിൽ ഓർ ബേല ഗീലി സമീൻ പർ ബീർബോട്ടിയോങ്കോ കോയിനാം. നനഞ്ഞ മണ്ണിൽ ബീർബോട്ടിയാമിനെ തിരയുന്ന സാഹചര്യത്തെക്കുറിച്ചാണ് നമ്മൾ ഈ കഥയുടെ തുടക്കത്തിൽ പഠിക്കുന്നത്. അതാണ് ആദ്യ സംഭവം. പിന്നീട് നൈ സ്യാഹി ഭർവാനെ കേരിയെ, പുതിയ മഷി നിറപ്പിക്കുന്നതിന് വേണ്ടി, ഭർവാനെ കേരി, ഭർവാന എന്നാൽ നിറപ്പിക്കുക എന്നർത്ഥം. പുതിയ മഷി നിറപ്പിക്കുന്നതിന് വേണ്ടി ദോനോ ദൂക്കാൻ ജാത്തെ ഹൈ, ഇരുവരും കടയിലേക്ക് പോകുന്ന സാഹചര്യമാണ് രണ്ടാമത്തെ സംഭവമായിട്ട് പഠിക്കുന്നത്. മൂന്നാമത്തെ സംഭവം എന്ന് പറയുന്നത് ഇവരുടെ മാത്സ് ടീച്ചർ സുരേന്ദർ എന്ന് പറയുന്ന മാത്സ് അധ്യാപകരിൽ നിന്നും ബേല എന്ന കുട്ടിക്ക് നേരിടേണ്ടി വന്ന ദുരനുഭവത്തെക്കുറിച്ചാണ് ഈ കഥയിൽ നമുക്ക് മൂന്നാമതായിട്ട് പഠിക്കാനുള്ളത്. നാലാമത്തെ സംഭവം എന്ന് പറയുന്നത് ദിവാലിക്ക് ചുട്ടിയോങ്കെ ബാദ്, ദീപാവലി വെക്കേഷൻ കഴിഞ്ഞ് സ്കൂൾ തുറക്കുകയും ആ ഒരു വെക്കേഷന് ശേഷം സ്കൂൾ തുറക്കുന്നു. അങ്ങനെ സ്കൂളിലേക്ക് വരുന്ന ബേല ഒരു വൈറ്റ് ബാൻഡേജ് ചുറ്റിക്കൊണ്ടാണ്, ഒരു വെള്ള ബാൻഡേജ് ചുറ്റിക്കൊണ്ടാണ് വരുന്നത്. അങ്ങനെ മറ്റു കുട്ടികളെല്ലാം അവളെ പരിഹസിക്കുകയും ആ സാഹചര്യത്തിൽ ഇന്റിമേറ്റ് ഫ്രണ്ടായിട്ടുള്ള, ആത്മസുഹൃത്തായിട്ടുള്ള സാഹിൽ ബേലയെ സമീപിച്ചുകൊണ്ട് അവളെ ആശ്വസിപ്പിക്കുകയും ഒപ്പം ഈ 2 കുട്ടികളും സാഹിലും ബേലയും കൂടി ലങ്കടി ടോങ് കളിക്കാൻ വേണ്ടി ഗാന്ധി ചൗക്കിൽ പോയി ലങ്കടി ടോങ് കളിക്കുന്നത് വെച്ചാൽ ഗാന്ധി പാർക്കിൽ പോയി ചെക്ക് കളിക്കുന്ന സാഹചര്യമാണ് നമ്മുടെ കഥയിലെ 4ാമത്തെ സംഭവം. കഥയിലെ 5ാമത്തെ സംഭവം എന്ന് പറയുന്നത് ഒരു ഞായറാഴ്ച ദിവസം നടന്ന സംഭവമാണ് ഈ കഥയിലെ 5ാമത്തെ സംഭവം എന്ന് പറയുന്നത്. ഒരു ഞായറാഴ്ച ദിവസ സംഭവത്തെ രവിവാർക്കാദിൻ ഘടന. അപ്പോൾ ഒരു ഞായറാഴ്ച ദിവസം നടന്ന സംഭവമാണ് ഈ കഥയിലെ 5ാമത്തെ സംഭവം. 6ാമത്തെ സംഭവം എന്ന് പറയുന്നത് ഈ 2 കുട്ടികളും നമ്മൾ മനസ്സിലാക്കണം, സാഹിലും ബേലയും പഠിക്കുന്ന അവരുടെ ആ സ്ഥലത്തിൻ്റെ പേര് ഫുലേര എന്നാണ്. ഫുലേരയിലെ സ്കൂൾ എന്ന് പറഞ്ഞാൽ 5ാം ക്ലാസ് വരെ ഉള്ളൂ. ഈ 5ാം ക്ലാസ്സിന് ശേഷം 5ാം ക്ലാസ്സിൻ്റെ റിസൾട്ട് വരികയും ഇവർ 2 പേരും 6ാം ക്ലാസ്സിലേക്ക് പ്രവേശിക്കുകയും അങ്ങനെ ഈ 2 കുട്ടികളും വേർപിരിയുന്ന ഒരു സാഹചര്യമാണ് കഥയുടെ അവസാന ഭാഗം, അല്ലെങ്കിൽ ഈ കഥയുടെ ക്ലൈമാക്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ 6ാമത്തെ സംഭവം എന്ന് പറയുന്നത് ഈ 2 കുട്ടികളും വേർപിരിയുന്ന സാഹചര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. എന്നുവെച്ചാൽ 2 പേരുടെയും റിസൾട്ട് വരികയും ഈ 2 കുട്ടികളും 6ാം ക്ലാസ്സിൽ പ്രവേശിക്കുന്നു. 2 പേരും 2 വഴിക്കായിട്ട് പിരിയുന്നു. ഒരാൾ ഗവൺമെൻറ് ഗേൾസ് സ്കൂളിലേക്കും മറ്റൊരാൾ അവിടെ നിന്നും ഫുലേരയിൽ നിന്നും ദൂരെ അജ്മീറിൽ ഒരു ഹോസ്റ്റലിൽ നിന്ന് പഠിക്കാൻ വേണ്ടി പോകുന്ന ഒരു സാഹചര്യം. അപ്പോൾ അങ്ങനെ ഈ 2 കുട്ടികളുടെ വേർപാടാണ് ഈ കഥ ചർച്ച ചെയ്യുന്നത്. മനസ്സിലായി, കഥയുടെ അവസാനം തന്നെ ഈ 2 പേരും പിരിയുകയാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത് ഇത്രയേ ഉള്ളൂ. ഈ കഥയിൽ ആദ്യ ഭാഗം എന്ന് പറയുന്നത് മഴ പെയ്ത് കഴിഞ്ഞ സാഹചര്യത്തെക്കുറിച്ചുള്ള വർണ്ണനയാണ്. എന്ന് പറയാം അല്ലേ, ബാദൽ ബോത് ബറസ്ലിയത്തെ. നമുക്ക് ഇനിയിപ്പോൾ എല്ലാവരും പുസ്തകം ഒന്ന് നോക്കിയിരിക്കണം. പുസ്തകം നോക്കി അതിലെ പ്രധാനപ്പെട്ട സംഭവങ്ങളൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുകയും അത് നമ്മൾ മനഃപ്പാഠമാക്കുകയും ചെയ്യണം. നമ്മളത് കാണാതെ പഠിക്കണം. ആ സംഭവങ്ങളൊക്കെ നമ്മൾ നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കണം, അല്ലെങ്കിൽ നമ്മൾ ഓർത്തു വയ്ക്കണം. പ്രധാനപ്പെട്ട സംഭവങ്ങൾ അത് പഠിച്ചു കഴിഞ്ഞാൽ അതിനെ ബേസ് കൊണ്ട് അതിനെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് പരീക്ഷയ്ക്ക് ആൻസർ ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പം ഒന്നാമതായിട്ട് മഴ പെയ്തു കഴിഞ്ഞ സാഹചര്യത്തെക്കുറിച്ചുള്ള വർണ്ണനയാണ് കഥാകൃത്ത് നടത്തുന്നത്. ഈ കഥ ആരംഭിക്കുന്ന തന്നെ ബാദൽ ബഹുത് ബറസ് ലിയേ थे.
മഴ ധാരാളമായി പെയ്തു കഴിഞ്ഞിരുന്നു. ഫിർ ഭി ബഹുത് സാരാ പാനി ഉന്മേ ബച്ചാ ഹുവാ താ. എന്നിരുന്നാൽ കൂടി ഇനിയും പെയ്യാനായി ധാരാളം ജലം മഴമേഘങ്ങൾക്കിടയിൽ ഇനിയും ബാക്കിയുണ്ടായിരുന്നു. വേ കേത്തോം ജംഗലോങ്കെ ഊപ്പർ ചായ ഹുയേത്തെ. ആ മഴമേഘങ്ങൾ വയലുകൾക്കും വനങ്ങൾക്കും മുകളിലായിട്ട് വ്യാപിച്ചു കിടന്നിരുന്നു. സാര ആകാശ് മേഘവും സെ ഭരാ ഹുവാ താ. ആകാശം പൂർണ്ണമായും മേഘങ്ങളാൽ നിറയപ്പെട്ടിരുന്നു. കേത്തോമേം ചോട്ടാ ചോട്ടാ ബാജ്ര ഉഗാത്ത. വയലുകളിൽ കൊച്ചു ചെറിയ ചെറിയ ബാജറ തൈകൾ മുളച്ചു നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നീട് പറയുന്നുണ്ട് ബാരിഷ് കി ഹവാമേം കേത്തോങ്കി ഹരിയാലി കി ബാരിഷ് കി ഗന്ധ് കുലി ഹുയി തി. അപ്പം ആ ഫസ്റ്റ് പാരഗ്രാഫ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പരീക്ഷയ്ക്ക് ചോദിച്ചത് ഇങ്ങനെയാണ്, അഭി ഹുയി ബാരിഷ് കാ വർണ്ണൻ, അഭി ഹുയി ബാരിഷ് കാ വർണ്ണൻ കഹാനികാരനെ കിസ് പ്രകാർ കിയാ ഗയാ ഹെ. എങ്ങനെയാണ് ഇപ്പോൾ പെയ്ത മഴയെക്കുറിച്ചുള്ള വർണ്ണന കഥാകൃത്ത് നടത്തിയിരിക്കുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് ഭാഗം എന്ന് പറയുന്നത് മനസ്സിലാക്കുക, മഴ പെയ്ത് കഴിഞ്ഞ സാഹചര്യത്തെക്കുറിച്ചുള്ള വർണ്ണന മനസ്സിലാക്കാം. അതിനകത്ത് മൊത്തം പോയിട്ടൊന്നും നിങ്ങൾ അല്ലെങ്കിൽ പഠിക്കേണ്ടതില്ല. നമ്മൾ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കണം. ഇപ്പോൾ പെയ്ത മഴ എങ്ങനെയാണ് പ്രകൃതിയിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് രണ്ട് പോയിന്റ് പറയാം. എന്താണ്? ഒന്ന്, ഗീലി മൂംഗ്ഫലിയോങ്കെ ഹരേ ഖേത്തോമേം പീലെ ഫൂൽ അഭിവി ഗീലേത്തെ. മൂംഗ്ഫലിയോ എന്ന നിലക്കടലപ്പാടങ്ങൾ, മൂംഗ്ഫലിയോങ്കെ ഹരേ ഖേത്ത് എന്ന് പറഞ്ഞാൽ പച്ചപ്പണിഞ്ഞു നിൽക്കുന്ന നിലക്കടലപ്പാടങ്ങൾ, അബിബി ഗീലേത്തെ അവ ഇപ്പോഴും എന്താണ്? നനഞ്ഞു നിൽക്കുകയായിരുന്നു. മൂംഗ്ഫലിയോങ്കെ ഹരേ ഖേത്തോമേം പച്ചപ്പണിഞ്ഞു നിൽക്കുന്ന നിലക്കടലപ്പാട അല്ലെങ്കിൽ കപ്പലണ്ടി പാടങ്ങളിൽ നമുക്ക് പീലെ ഫൂൽ എന്ന് പറഞ്ഞാൽ അവയുടെ മഞ്ഞപ്പൂക്കൾ അബിബി ഗീലേത്തെ ഇപ്പോഴും നനഞ്ഞു നിൽക്കുകയായിരുന്നു. പിന്നെ പേടോങ്കെ തന്നെ അബിബി ഗീലേത്തെ മരങ്ങളുടെയൊക്കെ തായ്തടി ഇപ്പോഴും നനഞ്ഞു നിൽക്കുകയായിരുന്നു. കേത്തോമേൻ ചോട്ടാ ചോട്ടാ ബാജറ ഉഗാത്ത. പിന്നെ പഠിക്കുന്നുണ്ട് ബാജറേക്കെ ലംബെ പതലെ പാത്തോമേം പാനിക്ക് ബൂന്തേം അടക്കി ഹുയിതീം. അപ്പം ബാജറയുടെ എന്താണ്? നേർത്ത് മെലിഞ്ഞ നീളമുള്ള ഇലകൾ. ലംബെ പതലെ ലംബെ എന്ന് പറഞ്ഞാൽ നീളമുള്ളതെന്ന് അർത്ഥം. അപ്പൊ ലംബെ പതലെ പാത്തോമേം പാനിക്ക് ബൂന്തേ അടക്കി ഹുയിതി. ജലകണങ്ങൾ തങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പം മനസ്സിലാക്കേണ്ട ജസ്റ്റ് അത് മൊത്തം നമ്മൾ മനസ്സിലാക്കേണ്ട അല്ലെങ്കിൽ പഠിക്കേണ്ടുന്ന കാര്യമില്ല. പക്ഷെ ഇപ്പോൾ പെയ്ത മഴ ഏതൊക്കെ രീതിയിലാണ്, എന്തെല്ലാം മാറ്റങ്ങളാണ് പ്രകൃതിയിൽ ഉണ്ടാക്കിയത്, അതിനകത്ത് 3-4 കാര്യങ്ങളിൽ നമ്മൾ പഠിച്ചു നോക്കണം. കാരണം അത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. അബിഹുയി അതിനകത്ത് ഞാൻ പറഞ്ഞു, ഒന്ന് മൂംഗ്ഫലിയോങ്കെ ഹരേ ഖേത്തോമേം പീലെ ഫൂൽ അബിബി ഗീലേത്തെ. പച്ചപ്പണിഞ്ഞു നിൽക്കുന്ന കപ്പലണ്ടി പാടങ്ങളിൽ പീലെ ഫൂൽ അബിബി ഗീലേത്തെ അവയുടെ മഞ്ഞപ്പൂക്കൾ ഇപ്പോഴും നനഞ്ഞു നിൽക്കുകയായിരുന്നു. പിന്നെ പേടോങ്കെ തന്നെ മരങ്ങളുടെയൊക്കെ തായ്തടി ഇപ്പോഴും നനഞ്ഞു നിൽക്കുകയായിരുന്നു. ഓർ ബാജറേക്കെ ലംബേ പതലെ പാത്തോമേം. ബാജറയുടെ നേർത്തും മെലിഞ്ഞ ഇലകളിൽ പാനിക്ക് ബൂന്തേ അടക്കി ഹുയിത്തീം. ജലകണങ്ങൾ തങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു. എന്നുവെച്ചാല് അപ്പൊ ഇതെല്ലാം ഇപ്പോൾ പെയ്ത മഴ എങ്ങനെയാണ് പ്രകൃതിയെ സ്വാധീനിച്ചത്, പ്രകൃതിയിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് ഉണ്ടാക്കിയതെന്ന് നമ്മളെ മനസ്സിലാക്കി തരുന്ന രീതിയിലാണ് ലേഖകൻ കഥയുടെ തുടക്കത്തിൽ നൽകിയിരിക്കുന്നത്. പിന്നെയാണ് കഥാപാത്രങ്ങളെ പരിചയപ്പെടുന്നത്. ഈ 2 കുട്ടികളെ കുറിച്ചുള്ള കുട്ടികളെ കുറിച്ച് ഇവിടെ പറയുന്നത്. ബീർബോട്ടിയോംസെ മിൽന ഹോത്താത്ത. ഈ കുട്ടികൾക്ക് ഈ കഥയിലെ കേന്ദ്ര കഥാപാത്രങ്ങളായിട്ടുള്ള സാഹിൽ ഓർ ബേല. ബീർബോട്ടിയോംസെ മിൽന ഹോത്താത്ത സോ വേ സ്കൂൾ കേലിയെ കർസെ കുച്ച് സമയം പഹലെ നികലാത്തെ. അതുകൊണ്ട് തന്നെ അവർക്ക് സ്കൂളിലേക്ക് അല്പം നേരത്തെ പുറപ്പെടണമായിരുന്നു. അപ്പോൾ നമ്മൾ ഒരു പാഠം പഠിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ഭാഗം ഒരു പാരഗ്രാഫ് വായിച്ച് മനസ്സിലാക്കുമ്പോൾ നിങ്ങൾ ചോദ്യം ചോദിക്കുന്നത് അങ്ങനെയാണ്. എന്നുവെച്ചാൽ ഒന്ന് വായിച്ചു പഠിക്കുമ്പോൾ അതിനോടനുബന്ധിച്ച് ഒരു ചോദ്യം മനസ്സിൽ കണ്ടുകൊണ്ട് വേണം, ഒരു ചോദ്യം ചോദിച്ചുകൊണ്ടാണ് നമ്മൾ ഓരോ പാരഗ്രാഫും ഓരോ ഭാഗവും നമ്മൾ വായിക്കേണ്ടുന്നത്. എക്സാമ്പിൾ ഞാൻ പറയാം. ബീർബോട്ടിയോംസെ മിൽന ഹോത്താത്ത സോ വേ സ്കൂൾ കേലിയെ ഖർസെ കുച്ച് സമയം പഹലെ നികലാത്തെ. എന്നുവെച്ചാൽ ഈ കുട്ടികൾക്ക് സ്കൂളിലേക്ക് അല്പം നേരത്തെ പുറപ്പെടണമായിരുന്നു. ക്യോം? അപ്പം സ്കൂൾ കേലിയെ ഖർസെ കുച്ച് സമയം പഹലെ നികൽ ആത്തെ തെ. ക്യോം? ബീർബോട്ടിയോംസെ മിൽന ഹോത്താത്ത. അവർക്ക് എന്തിനെ തിരയണമായിരുന്നു? ബീർബോട്ടിയാമിനെ തിരയണമായിരുന്നു. ഇനി അടുത്തത് അവ എവിടെയാണ് ഇവയെ കാണപ്പെടുന്നത്? അതായത് കസ്ബേ സെ സഠേ ഖേത്തോമേം വേ ബീർബോട്ടിയാം കോച്ചാ കർത്തേ തെ. അവർ തിരഞ്ഞിരുന്നു. എവിടെയാണ് ഈ ബീർബോട്ടിയാം തിരയാറുണ്ടായിരുന്നത്? കസ്ബേ സെ സഠേ ഖേത്തോമേം. പട്ടണത്തോട് ചേർന്ന് കിടക്കുന്ന വയലുകളിൽ ഈ കുട്ടികൾ ബീർബോട്ടിയാമിനെ തിരയാറുണ്ടായിരുന്നു. കസ്ബേ സെ സഠേ ഖേത്തോമേം എന്നുവെച്ചാൽ പട്ടണത്തോട് ചേർന്ന് കിടക്കുന്ന വയലുകളിൽ വേ ബീർബോട്ടിയാം കോച്ചാ കർത്തേ തെ.
പിന്നീട് പഠിക്കുന്നത് എന്താണ്. അപ്പം അവിടെ ഈ കുട്ടികൾ എവിടെയാണ്, അപ്പൊ ബീർബോട്ടിയാമിനെ ഈ കുട്ടികൾ എവിടെയാണ് തിരയാറുണ്ടായിരുന്നതാണ്, എവിടെയാണ് പട്ടണത്തോട് ചേർന്ന് കിടക്കുന്ന വയലുകളിലാണ്. ഓക്കെ, ഇനി പറയുന്നുണ്ട് സുർക്ക്, മുലായം, ഗദ്ബദി, ബീർബോട്ടിയാം. ബീർബോട്ടിയാമിന്റെ വിശേഷണങ്ങളാണ്. എന്ന് വെച്ചാൽ ബീർബോട്ടി എന്ന് പറയുന്ന ഈ പ്രാണിയുടെ വിശേഷണങ്ങളാണ്. സുർക്ക് രക്തവർണ്ണത്തിലുള്ളതാണ്, മുലായം മൃദുലമാണ്, ഗദ്ബദി മനോഹരമാണ്, സുന്ദരമാണ്. ഇതാണ് ഈ ബീർബോട്ടിയാമിന്റെ വിശേഷണങ്ങൾ. അപ്പൊ ഇതൊക്കെ നമ്മൾ എന്തുകൊണ്ട് പഠിക്കണം? അപ്പൊ ഈ വിശേഷണങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. കാരണം ഒരു പബ്ലിക് എക്സാമിന് ചോദിച്ചതാണ്, ഇൻമേം സെ കോൺസാ വിശേഷൺ ബീർബോട്ടിയാം കാ നയെ, ഈ പറയുന്നവയിൽ ഏതാണ് ബീർബോട്ടിയാമിന്റെ വിശേഷണങ്ങൾ അല്ലാത്തത്? അപ്പം ഒരു പാഠഭാഗം വായിച്ച് പൂർണ്ണമായും വിലയിരുത്തിയ ഒരു കുട്ടിക്ക് മാത്രമേ അങ്ങനെ ഒരു ചോദ്യത്തിന് ഉത്തരം എഴുതാൻ സാധിക്കൂ. കാരണം അവൻ അറിഞ്ഞിരിക്കണം ബീർബോട്ടിയാമിന്റെ വിശേഷണങ്ങൾ എന്താണെന്ന് അറിഞ്ഞെങ്കിൽ മാത്രമേ ഈ പറയുന്നവയിൽ ഏതാണ് ബീർബോട്ടിയാമിന്റെ വിശേഷണം അല്ലാത്തത് എന്ന് അവൻ എഴുതാൻ സാധിക്കുകയുള്ളൂ. മനസ്സിലായോ? അപ്പം ഇൻമേം സെ കോൺസാ വിശേഷൺ ബീർബോട്ടിയം കാ നെയ്യേ, ഈ പറയുന്നവയിൽ ഏതാണ് ബീർബോട്ടിയാമിന്റെ വിശേഷണം അല്ലാത്തത്? അതിനകത്ത് നൽകിയിരുന്നു സുർക്കുണ്ടായിരുന്നു ഓപ്ഷൻ. സുർക്ക്, മുലായം, ഗദ്ബദി. നമുക്കറിയാം സുർക്ക് രക്തവർണ്ണത്തിലുള്ളത് എന്ന് പറഞ്ഞ ബീർബോട്ടിയാൻ വിശേഷണമാണ്. മൃദുലമാണ് എന്നുള്ളത് ബീർബോട്ടിയാമിന്റെ വിശേഷണമാണ്. ഗദ്ബദി മനോഹരമാണ്, സുന്ദരമാണ് എന്നുള്ളത് ബീർബോട്ടിയാമിന്റെ വിശേഷണമാണ്. അപ്പൊ അതിന് അന്ന് ചോദിച്ചത് ഒരു ഓപ്ഷൻ കൂടി ഉണ്ടായിരുന്നു. നാലാമതായിട്ട് നൽകിയിരുന്നത് ബൈങ്കിനി ആയിരുന്നു. ബൈങ്കിനി എന്ന് പറഞ്ഞാൽ വയലറ്റ് നിറമാണ്. അപ്പൊ മനസ്സിലാക്കുക, അപ്പം ബൈങ്കിനി എന്നൊരു വിശേഷണം ബീർബോട്ടിയാമിനില്ല എന്ന് നമ്മൾ അറിയണമെന്നുണ്ടെങ്കിൽ അപ്പൊ ബീർബോട്ടിയാൻ വിശേഷണം എന്താണ്? അങ്ങനെ ഓരോ പാഠഭാഗത്തെയും സൂക്ഷ്മമായിട്ട് നമ്മൾ എന്താണ് വായിച്ച് വിലയിരുത്തിയെങ്കിൽ മാത്രമേ നമുക്ക് അങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാൻ സാധിക്കുകയുള്ളൂ. മനസ്സിലായോ? അപ്പൊ ബീർബോട്ടിയാൻ വിശേഷണം, ബീർബോട്ടി എന്ന് പറഞ്ഞാൽ മഴക്കാലത്ത് കാണപ്പെടുന്ന കറുത്ത കുത്തുകളോട് കൂടിയ, ചുവപ്പ് നിറത്തിൽ കറുത്ത കുത്തുകളോട് കൂടിയ മഴക്കാലത്ത് കൂട്ടമായി കാണപ്പെടുന്ന കീടമാണ് ഈ ബീർബോട്ടിയാം എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ഈ കീടങ്ങളെ കാണാൻ വേണ്ടി വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് നേരത്തെ പുറപ്പെടുന്ന രണ്ട് കുട്ടികൾ. പിന്നീട് പറയുന്നത് ആ കുട്ടികൾ എന്താണ് ഈ ബീർബോട്ടിയാം. ഞാൻ ഇതിനകത്തെ ഈ കഥയിലെ പ്രധാനപ്പെട്ട സംഭവങ്ങൾ മാത്രം പറയുകയാണ്. നമ്മളത് ക്ലാസ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നില്ല. അതിൽ പ്രധാനപ്പെട്ട സംഭവങ്ങൾ നമ്മൾ പഠിക്കേണ്ടുന്ന, അറിഞ്ഞിരിക്കേണ്ടുന്ന, അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് ചോദിക്കാവുന്നതായിട്ടുള്ള പ്രധാനപ്പെട്ട സംഭവങ്ങളാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ആദ്യ പാരഗ്രാഫിൽ പറയുന്ന ഇത്രയാണ്. നനഞ്ഞ മണ്ണിൽ മഴ പെയ്ത് കഴിഞ്ഞ സാഹചര്യത്തെക്കുറിച്ചുള്ള വർണ്ണന ലേഖകൻ നടത്തിയിരിക്കുന്നു. അല്ലെ, ഇപ്പോൾ പെയ്ത മഴ ഏതെല്ലാം തരത്തിലാണ് പ്രകൃതിയിൽ മാറ്റങ്ങൾ ഉണ്ടാക്കിയത്, ആ ഒരു സാഹചര്യത്തെക്കുറിച്ചാണ് ആദ്യ പാരഗ്രാഫിൽ പഠിക്കുന്നത്. പിന്നീട് ഈ രണ്ട് കുട്ടികളും കൂടി വീട്ടിൽ നിന്ന് നേരത്തെ പുറപ്പെടുന്നു. കാരണം പോകുന്ന വഴിക്ക് അവർക്ക് പട്ടണത്തോട് ചേർന്ന് കിടക്കുന്ന വയലുകളിൽ ബീർബോട്ടിയാമിനെ തിരയണമായിരുന്നു. അപ്പം ഈ ബീർബോട്ടിയാം വിശേഷം പറഞ്ഞു, സുർക്ക്, മുലായം, ഗദ്ബദി, ബീർബോട്ടിയാം. പിന്നീട് ഒരു വർണ്ണന കൂടി ലേഖനം നൽകുന്നുണ്ട്. ധർത്തി പർ ചൽത്തി ഫിർത്തി ഖൂൻ കി പ്യാരി പ്യാരി ബൂന്ദേം. മണ്ണിലൂടെ ഇടഞ്ഞു നീങ്ങുന്ന രക്തത്തിന്റെ സ്നേഹത്തുള്ളികളോടാണ് ഈ ലേഖകൻ ഈ പ്രാണിയെ, ഈ ബീർബോട്ടിയാമിനെ ഉപമിച്ചിരിക്കുന്നത്. ധർത്തി പർ ചൽത്തി ഫിർത്തി ഖൂൻ കി പ്യാരി പ്യാരി ബൂന്ദേം. മണ്ണിലൂടെ ഇഴഞ്ഞു നീങ്ങുന്ന രക്തത്തിന്റെ സ്നേഹത്തുള്ളി. നമ്മൾ എന്തുകൊണ്ട് ഇതൊക്കെ പഠിക്കണോ? അപ്പൊ ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരുന്നാൽ, ഇപ്പം ബീർബോട്ടിയാർ വിശേഷണം സുർക്ക്, മുലായം, ഗദ്ബദി എന്നാണ് നമ്മൾ അറിഞ്ഞു വെച്ചാൽ, ഒപ്പം നൽകിയിരിക്കുന്ന വിശേഷണം ഇവിടെ ഉപമിച്ചിരിക്കുന്നു. ധർത്തി പർ ചൽത്തി ഫിർത്തി ഖൂൻ കി പ്യാരി പ്യാരി ബൂന്ദേം. മണ്ണിലൂടെ ഇഴഞ്ഞു നീങ്ങുന്ന രക്തത്തിന്റെ സ്നേഹത്തുള്ളികളോട് ലേഖകൻ ഈ പ്രാണിയെ, ഈ ബീർബോട്ടിയാമിനെ ഉപമിച്ചിരിക്കുന്നു. ഇത് നമ്മൾ മനസ്സിലായി കഴിഞ്ഞാൽ മുന്നോട്ടുള്ള ആ ബീർബോട്ടിയാമിനെ തിരയുന്ന സാഹചര്യത്തിലെ ഈ സാഹിലും ബേലയും തമ്മിലുള്ള കോൺവെർസേഷൻ ഉണ്ട്. ആ സംഭാഷണത്തിൽ നമുക്ക് അധികമായിട്ട് ഈ കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് അവർ സംഭാഷണത്തിന് ഇട നൽകാം. മനസ്സിലായാലേ? സംഭാഷണത്തിൽ ഈ കാര്യങ്ങൾ നമുക്ക് ആ സംഭാഷണത്തിൽ കൂട്ടിച്ചേർക്കാവുന്നതാണ്. അവിടെ ആ സംഭാഷണം അപ്പം ആ ഭാഗം സാഹിൽ ഓർ ബേല. ഒന്നാം സംഭവമാണ് സാഹിൽ ഓർ ബേല ഗീലി സമീൻ പർ ബീർബോട്ടിയോങ്കോ ഖോജന. എന്നുവെച്ചാൽ സാഹിലും ബേലയും കൂടി നനഞ്ഞ മണ്ണിൽ ഇരുന്നുകൊണ്ട് ബീർബോട്ടിയാമിനെ തിരയുന്ന സാഹചര്യമാണ് നമ്മുടെ കഥയിലെ ആദ്യ സംഭവമായിട്ട് നമുക്ക് പഠിക്കാവുള്ളത്. ഓക്കെ, അപ്പൊ ആ ഭാഗം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളത് പട്കഥ എന്ന് പറഞ്ഞാൽ തിരക്കഥയായിട്ട് ചോദിച്ചിട്ടുണ്ട്. പിന്നീട് സംവാദ് ഓർ വാർത്താലാപ്,
എന്നുവെച്ചാൽ കോൺവെർസേഷനായിട്ട് അല്ലെങ്കിൽ സംഭാഷണമായിട്ടും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ഒരു ഭാഗമാണ്, അല്ലെങ്കിൽ കൂടുതലായിട്ട് പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുള്ള ഒരു ഭാഗമാണ് സാഹിൽ ഓർ ബേല ഗീലി സമീൻ പർ ബീർബോട്ടിയോങ്കോ ഖോജന. സാഹിലും ബേലയും കൂടി നനഞ്ഞ മണ്ണിൽ ഇരുന്നുകൊണ്ട് ബീർബോട്ടിയാമിനെ തിരയുന്ന ആ സാഹചര്യം. ഓക്കെ, അപ്പൊ ആ സാഹചര്യത്തിൽ നമ്മൾ പഠിക്കേണ്ടുന്നത്, അപ്പൊ അവരെ രണ്ടുപേരും നമ്മളുള്ള സംഭാഷണം നമ്മൾ അറിഞ്ഞിരിക്കണം. ഒപ്പം ഈ മഴ പെയ്ത് കഴിഞ്ഞ സാഹചര്യത്തെക്കുറിച്ചും അതോടൊപ്പം തന്നെ ആ തിരക്കഥ എഴുതുന്ന സാഹചര്യത്തിൽ ആ സാഹചര്യത്തെക്കുറിച്ചുള്ള വർണ്ണന നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. എന്ന് വെച്ചാൽ മഴ പെയ്ത് കഴിഞ്ഞ ആ വയലിനെ കുറിച്ചുള്ള വർണ്ണനയൊക്കെ നമുക്ക് തിരക്കഥയിൽ എന്ത് ചെയ്യാം, അവിടെ എഴുതി വെക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ മനസ്സിലാകുന്ന ഞാൻ ഡയലോഗ് ഒന്ന് പറയാം. സംവാദ് സാഹിലിന്റെ ഡയലോഗാണ്. ബേല ദേഖോ ഇസ് ബീർബോട്ടി കാ രംഗ് തുമാര റിബൺ കെ ജൈസാ ലാൽ ഹേ. ബേല നോക്കൂ, ഈ ബീർബോട്ടിയാവിന്റെ നിറം എന്തുപോലെ, നിന്റെ റിബൺ പോലെ ചുവന്നിരിക്കുന്നു. ബേലയിൽ നിന്ന് മറുപടി ഉണ്ടായില്ല. അപ്പൊ സാഹിൽ വീണ്ടും ചോദിക്കുകയാണ്, തുമ്നെ കുछ സുനാ ബേല, നീ വല്ലതും കേട്ടോ ബേല? അപ്പോഴാണ് നമ്മുടെ ബേല മറുപടി നൽകുന്നത്. സുന, അതെ കേട്ടു. പഹലി കടി ലഗേ ഹേ, അതെ ഫസ്റ്റ് ബെല്ല് അടിച്ചിട്ടുണ്ട്. അപ്പൊ സാഹിൽ പറയാണ്, ലേക്കിൻ മുझे पेन में स्याही भरवानी है दुकान से. എന്നാൽ എനിക്ക് ആ പേനയിൽ മഷി നിറപ്പിക്കണമല്ലോ. ലേക്കിൻ മുझे पेन में स्याही भरवानी है दुकान से. അവിടെ ആ ഡയലോഗ് അവിടെ തീരുകയാണ്. അവർ തമ്മിലുള്ള സംഭാഷണം അവിടെ അവസാനിക്കണം. പക്ഷേ മനസ്സിലാക്കുക, ഇവിടെ നമുക്ക് കൂടുതലായിട്ട് കൂടിച്ചേർക്കാം. 4 മാർക്കിന്റെ ചോദ്യം ചോദിക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ എഴുതണ്ടേ? ഇത്രയും സംഭാഷണം എഴുതിയാൽ മതിയോ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആ സുർക്ക്, ആ വിശേഷണം പറഞ്ഞു കഴിഞ്ഞാൽ, ബേല ദേഖോ, ബേല നോക്കൂ, ഇസ് ബീർബോട്ടി കിത്തനെ സുന്ദർ ഹേ, ഈ ബീർബോട്ടിയാം എത്ര സുന്ദരമാണ്. സുർക്ക് മുലായം കിദ്ബതി ബീർബോട്ടിയാം, രക്തവർണ്ണത്തിലുള്ളതും മൃദുലവും സുന്ദരവുമായ ബീർബോട്ടിയാം. ഇനി അടുത്ത് വേണമെങ്കിൽ ബേലയ്ക്ക് പറയാം, ധർത്തി ദേഖോ, ധർത്തി പർ ചൽത്തി ഫിർത്തി ഖൂൻ കി പ്യാരി പ്യാരി ബൂന്തേം. നോക്കൂ, മണ്ണിലൂടെ ഇഴഞ്ഞു നീങ്ങുന്ന രക്തത്തിന്റെ സ്നേഹത്തുള്ളികൾ. ഈ കിത്തനെ സുന്ദർ ഹേ, ഇവ എത്ര സുന്ദരമാണ്. ഈ കാര്യങ്ങളൊക്കെ നമുക്കെന്താണ് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ആ ഡയലോഗിൽ നമുക്ക് എന്ത് ചെയ്യാം, കൂടുതലായിട്ട് എഴുതി ചേർക്കാം. അതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി വെക്കണം എന്ന് പറഞ്ഞത്. മനസ്സിലായോ? പിന്നീട് പറയുന്നത് അടുത്ത പാരഗ്രാഫിൽ നമുക്ക് പഠിക്കാനുള്ളത്, ആ ബുലേര എന്ന് പറയുന്ന ആ ജംഗ്ഷൻ എന്ന് വെച്ചാൽ അവരുടെ സ്കൂളും അവരുടെ സ്ഥലവും ഒക്കെ സ്ഥിതി ചെയ്യുന്ന ഫുലേര എന്ന് പറയുന്ന ആ സ്ഥലത്തെക്കുറിച്ചുള്ള അല്ലെങ്കിൽ ആ ജംഗ്ഷനെ കുറിച്ചുള്ള വർണ്ണനയാണ് പിന്നീട് കഥാകൃത്ത് ഒരു പാരഗ്രാഫിൽ നടത്തിയിരിക്കുന്നത്. അപ്പൊ മനസ്സിലാക്കണം, പഹലി കടിയിലേക്ക് ഫസ്റ്റ് ബെൽ അടിച്ചിട്ടുണ്ട്. ലേക്കിൻ സാഹിൽ കോ പെൻമേം സ്യാഹി ഭി ഫർവാനി ഹേ, സാഹിലിന്റെ പേനയിൽ മഷി നിർപ്പിക്കുകയും വേണം. കടയിൽ നിന്ന് സാഹിലിന് പേനയിൽ മഷി നിർപ്പിക്കുകയും വേണം. അങ്ങനെ ഈ 2 കുട്ടികളും കൂടി എവിടേക്ക്, നൈ സ്യാഹി ഭർവാനെ കേലിയേ ദോനോ ദുകാൻ ജാത്തെ ഹൈ, ഇരുവരും കൂടി കടയിലേക്ക് പോകുന്നു. അങ്ങനെ കടയിലേക്ക് പോകുന്ന സാഹചര്യമാണ് രണ്ടാമത്തെ സംഭവം. കഥയിലെ പ്രധാനപ്പെട്ട രണ്ടാമത്തെ സംഭവം എന്ന് പറഞ്ഞാല് നൈ സ്യാഹി ഭർവാനെ കേലിയേ ദോനോ, ഇരുവരും, ദുകാൻ ജാത്തെ ഹൈ, ഇരുവരും കടയിലേക്ക് പോകുന്നു. പിന്നീട് സാഹിൽ ബേല और दुकानदार के बीच का वार्तालाप. പിന്നീട് സാഹിലും ബേലയും ദുക്കാൻദാറും തമ്മിൽ നടക്കുന്ന ആ കോൺവെർസേഷൻ കൂടി നമ്മൾ പഠിക്കണം, അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം കേട്ടോ. അപ്പൊ ഈ കുട്ടികൾ അവിടെ നിന്ന് വയലിൽ നിന്ന് എഴുന്നേറ്റിട്ട് എന്താണ് നേരെ, കാരണം അവർ സ്കൂളിൽ ഫസ്റ്റ് ബെൽ അടിച്ചിരിക്കുന്നു, അവർക്ക് നേരെ സ്കൂളിലേക്ക് പോകണം. ആ പോകുന്ന വഴിക്ക് കടയിൽ കയറി നമ്മൾക്ക് സാഹിലിന്റെ പേനയിൽ മഷി നിറയ്ക്കൂടി ചെയ്യണം. അപ്പോൾ ബുലേര എന്ന് പറയുന്ന ജംഗ്ഷനിലെ കാഴ്ചകളും ആ വർണ്ണനയും നിങ്ങൾ നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കുക കേട്ടോ. ആ പാരഗ്രാഫിൽ പറയുന്ന കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കണം. ബുലേര എന്ന ജംഗ്ഷനിലെ കാഴ്ചകൾ എന്തൊക്കെയാണ്? സൂനി തങ്ക് ഗലിയ ഓർ ഖംഭോങ്കെ ബീച്ച് കിഞ്ചി ഖതാരെ എന്ന് വെച്ചാൽ എന്താണ്, പോസ്റ്റുകൾ നിശബ്ദമായി നിൽക്കുന്ന, ഖാമോഷ് കടേ ബിജ്ലി കെ കമ്പേ, ഖാമോഷ് കടേ ബിജ്ലി കെ കമ്പേ എന്നാണ് അർത്ഥം. നിശബ്ദമായി നിലകൊള്ളുന്ന ഇലക്ട്രിക് പോസ്റ്റുകൾ. ഖംഭോങ്കെ ബീച്ച് കിഞ്ചി ഖതാരേം, ഇലക്ട്രിക് പോസ്റ്റുകൾക്ക് നടുവിലൂടെ വലിച്ചു കെട്ടിയിരിക്കുന്ന താരോങ്കി ഖതാരേം, ലൈൻ കമ്പികള്. പിന്നെ ഇൻഗലിയോമേ ജഹാം തഹാം ദിഖായി പെടുത്തേ, ഈ ഫുലേര എന്ന് പറയുന്ന ഈ തെരുവില് ജഹാം തഹാം ദിഖായി പെടുത്തേ, എവിടെ നോക്കിയാലും കാണാൻ കഴിയുന്നു. എന്താണ്? മീറ്റി കടിയാം ബജാത്തെ ഭേരി വാലെ, മധുര മണിനാഥം മുഴക്കുന്ന കച്ചവടക്കാരെ. പിന്നെ പറയുകയാണെങ്കിൽ ഈ തെരുവിലെ കാഴ്ചകൾ പറയുകയാണെങ്കിൽ എന്താണ്, ഈ ഇൻഗലി ഇതാണ് ഛേ സാത് ഗദ്ധോങ്കി ഖുറോങ്കി
ടാപ്പോങ്കി ആവാസയും. ഈ തെരുവിൽ 5-6 കഴുതകളുടെ കുളമ്പടി ശബ്ദം കേൾക്കാം. ഓർ ഉൻകെ പീച്ചെ ചൽത്ത, ഈ കഴുതകൾക്ക് പിന്നാലെ നടന്നു വരുന്ന ഉൻകെ പീച്ചെ ചൽത്ത ഏക് ബദൻ ഉഖാടെ കുമാർ, അർദ്ധനഗ്നായിട്ട് നടന്നു വരുന്ന ഒരു കുമാർ, ഒരു കുശവൻ. ഈ കാഴ്ചകളൊക്കെ പറയാൻ കാരണം മാൽഗാഡിയോം ഓർ സവാരി ഗാഡിയോം എന്ന് പറയുന്നു കേട്ടോ. മാൽഗാഡിയോം ഓർ സവാരി ഗാഡിയോം സെ സദാ ഭര ബുലേറ ജംഗ്ഷൻ. ഈ കഥ നടക്കുന്നത് 1981 വർഷമാണ്. 1981 വർഷത്തിലാണ്. 1981. അതിന് ഹിന്ദി പറയുന്ന 1921 എന്താണ് 1941 का साल. 1921 मीन्स 1981 का साल എന്ന് വെച്ചാൽ 1981 വർഷമാണ്. 1981 का साल കേട്ടോ. 1981 എന്ന് പറഞ്ഞാൽ 1981 വർഷം നടക്കുന്ന സംഭവമാണ്. രാജസ്ഥാൻ കെ ഭുലേര, രാജസ്ഥാനിലെ ജയ്പൂർ കെ നസ്തീക്, രാജസ്ഥാനിൽ തന്നെയുള്ള ജയ്പൂരിനടുത്തുള്ള ഒരു സ്ഥലമാണ് രാജസ്ഥാൻ. രാജസ്ഥാൻ കെ ജയ്പൂർ കെ നസ്തീക്, രാജസ്ഥാനിൽ തന്നെ ജയ്പൂരിനടുത്തുള്ള ഒരു ജംഗ്ഷൻ ഫുലേര എന്ന് പറയുന്ന ജംഗ്ഷനിലെ കാഴ്ചകളാണ് അടുത്ത പാരഗ്രാഫിൽ പഠിക്കുന്നത്. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക മാത്രം. പിന്നീട് മനസ്സിലാക്കേണ്ടത് ഈ സാഹിലും ബേലയും കൂടി നൈ സ്യാഹി ഭർവാനേക്ക്, പുതിയ മഷി നിറപ്പിക്കുന്നതിന് വേണ്ടി ദുകാൻ ജാത്തെ ഹൈ, കടയിലേക്ക് പോകുന്നു. നൈ സ്യാഹി ഭർവാനേക്ക്, പുതിയ മഷി നിറപ്പിക്കുന്നതിന് വേണ്ടി കടയിലേക്ക് പോകുന്ന സാഹചര്യം. അതാണ് നമ്മുടെ രണ്ടാമത്തെ സംഭവം എന്ന് പറയുന്നത്. നൈ സ്യാഹി ഭർവാനെ കെ ലിയെ ദോനോ ദുകാൻ ജാത്തെ ഹൈ. അപ്പം വേറൊരു കാര്യം മനസ്സിലാക്കണം. പുതിയ മഷി നിറപ്പിക്കാൻ വേണ്ടി കടയിലേക്ക് പോകുന്ന സാഹചര്യത്തിൽ നമ്മുടെ സാഹിൽ ഉണ്ടല്ലോ, സാഹിലിനെ അപ്പനെ പെൻമേം ബച്ചി സ്യാഹി, പുസ്തകത്തിൽ നിങ്ങളത് മാർക്ക് ചെയ്യണം. ഈ പറയുന്ന പോയിന്റുകളും ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ മാർക്ക് ചെയ്യണം കേട്ടോ. ഈ പറയുന്ന സെന്റൻസ് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് നന്നായിട്ട് പഠിച്ചോളൂ കേട്ടോ. സാഹിലിനെ പെൻമേം ബച്ചി സ്യാഹി ജമീൻ पर छिड़क दिया. അപ്പം ദുകാൻ ജാത്തെ വക്ത് സാഹിലിനെ പെൻമേം ബച്ചി സ്യാഹി ജമീൻ पर छिड़क दिया. പേനയിൽ മഷി നിറപ്പിക്കാൻ വേണ്ടി കടയിലേക്ക് പോകുന്ന സമയത്ത് സാഹിലിനെ പെൻമേം ബച്ചി സ്യാഹി, തന്റെ പേനയിൽ മിച്ചമുണ്ടായിരുന്ന അല്ലെങ്കിൽ ബാക്കി ഉണ്ടായിരുന്നു, വേണമെങ്കിൽ അവൻ ഇന്നുകൂടി ആ മഷി ഉപയോഗിച്ച് എഴുതാമായിരുന്നു. ഇന്നുകൂടി എഴുതാനുള്ള മഷി തന്റെ പേനയിൽ ഉണ്ടായിരുന്നു. പക്ഷേ സാഹിൽ എന്ത് ചെയ്തു? പെൻമേം ബച്ചി സ്യാഹി, പേനയിൽ മിച്ചമുണ്ടായിരുന്ന മഷി ജമീൻ പർ ചിടക് ദിയ, നിലത്ത് തെറിപ്പിച്ചു കളഞ്ഞു, അല്ലെങ്കിൽ നിലത്ത് കുടഞ്ഞു കളഞ്ഞു. അങ്ങനെ അവൻ കടയിൽ എത്തിച്ചേർന്നു. ആ കടയിൽ എത്തിച്ചേരുകയും അങ്ങനെ കടക്കാരനും ബേലയും സാഹിലും തമ്മിലുള്ള നടക്കുന്ന ആ സംഭാഷണമാണ് നമുക്ക് പിന്നീട് പഠിക്കാനുള്ളത്. ആ സംഭാഷണം നന്നായിട്ട് പഠിക്കുക. ആ ഭാഗം നമുക്ക് തിരക്കഥയായിട്ടോ വാർത്താലാപായിട്ടോ എക്സാമിന് ചോദിക്കാവുന്ന ഒരു ഭാഗമാണ്. അപ്പൊ ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് പരീക്ഷ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് ചോദിച്ചിങ്ങനെയാണ്, ബാദൽ കോ ദേഖ് കർ ഖടേ കോ നഹി ഠുലാന ചാഹിയേ. മഴമേഘങ്ങൾ കണ്ടുകൊണ്ട് ഒരിക്കലും കുടം കമിഴ്ത്തരുത്. മഴമേഘങ്ങൾ കണ്ടുകൊണ്ട് ഒരിക്കലും കുടം കമിഴ്ത്തല്ലേ, കുടം ചരിക്കരുതെന്നാണ്. ദുക്കാൻദാറിനെ ഐസാ ക്യോങ്ക, കടക്കാരൻ എന്തുകൊണ്ടാണ് ഇപ്രകാരം പറഞ്ഞത്? അപ്പം മഴമേഘങ്ങൾ കണ്ടുകൊണ്ട് കുടം ചരിക്കരുത്, കുടത്തിലെ വെള്ളം കമിഴ്ത്തി കളയരുതെന്ന് പറയാൻ കാരണം പുതിയ മഷി അല്ലെ, നൈ സ്യാഹി മിൽനേക്ക് പ്രതീക്ഷാമേ. നൈ സ്യാഹി എന്ന് പറഞ്ഞാൽ പുതിയ മഷി എന്നാണ്. അപ്പൊ പുതിയ മഷി കിട്ടുമെന്നുള്ള പ്രതീക്ഷയില് സാഹിലിനെ പെൻമേം ബച്ചി സ്യാഹി, സാഹിൽ പേനയിൽ മിച്ചമുണ്ടായിരുന്ന സ്യാഹി എന്ത് ചെയ്തു? ജമീൻ പർ ചിടക് ദിയ. പ്രധാനപ്പെട്ട പഠിക്കേണ്ട പോയിന്റ് ഒന്ന്, സാഹിൽ ഓർ ബേല ഗീലി സമീൻ പർ ബീർബോട്ടിയോങ്കോ ഖോജന. സാഹിലും ബേലയും കൂടി നനഞ്ഞ മണ്ണിൽ ബീർബോട്ടിയാമിനെ തിരയുന്നതാണ് ഒന്നാമത്തെ സംഭവം. സാഹിൽ ഓർ ബേല ഗീലി സമീൻ പർ, സാഹിലും ബേലയും കൂടി നനഞ്ഞ മണ്ണിൽ ബീർബോട്ടിയാമിനെ തിരയുന്ന സാഹചര്യമാണ് ഒന്നാമത്തെ സംഭവം. ഓക്കെ, അപ്പൊ ബീർബോട്ടിയോങ്കോ ഖോജന എന്നുള്ള വാക്ക് നമ്മളങ്ങ് മനപ്പാടമാക്കിയിരിക്കണം. 2, നൈ സ്യാഹി, ആ വാക്ക് പഠിക്കണം. സ്യാഹി, സ്യാഹി എന്ന് പറഞ്ഞാൽ മഷി. അപ്പൊ നൈ സ്യാഹി ഭർവാനെ കേലിയെ, പുതിയ മഷി നിറപ്പിക്കുന്നതിന് വേണ്ടി ദോനോ ദുകാൻ ജാത്തെ ഹൈ, ഇരുവരും കൂടി കടയിൽ പോകുന്നു. അപ്പം സാഹിൽ ചെയ്ത ഒരു മണ്ടത്തരം, സാഹിലിന് പറ്റിയ ഒരു അമളി എന്താണ്? അവന് വേണമെങ്കിൽ ഇന്നുകൂടി ആ പേന എന്താണ് മഷി ഉപയോഗിച്ച് എഴുതാമായിരുന്നു. ഇന്നുകൂടി എഴുതാനുള്ള സ്യാഹി മഷി അവന്റെ പേനയിൽ ഉണ്ടായിരുന്നു. ലേക്കിൻ ദുകാൻ ജാത്തെ വക്ത്, കടയിലേക്ക് പോകുന്ന സമയത്ത് സാഹിലിനെ പെൻമേം ബച്ചി സ്യാഹി, തന്റെ പേനയില് ബച്ചി സ്യാഹി മിച്ചമുണ്ടായിരുന്ന സ്യാഹി മഷി ജമീൻ പർ ചിടക് ദിയ, നിലത്ത് കുടഞ്ഞു കളഞ്ഞു, നിലത്ത് തെറിപ്പിച്ചു കളഞ്ഞു.
മനസ്സിലാവും, ആ കഥ ഊണൊക്കെ തന്നെ പഠിക്കണം. മനസ്സിലായോ? ദുക്കാൻ ജാത്തെ വക്ത്, കിസ്കെ ലിയെ ജാത്തെ വക്ത്? നൈ സ്യാഹി ഭർവാനെ കെ ലിയെ, പുതിയ മഷി നിറപ്പിക്കുന്നതിന് വേണ്ടി പോകുന്ന സമയത്ത് സാഹിലിനെ പെൻ മേം ബജി സ്യാഹി, ബജി സ്യാഹി എന്ന് പറഞ്ഞാൽ മിച്ചമുണ്ടായിരുന്ന സ്യാഹി മഷി ജമീൻ പർ ചിടക് ദിയ, നിലത്ത് ഉടഞ്ഞു കളഞ്ഞു. ലേക്കിൻ ദുക്കാൻ സെ സ്യാഹി തോ നഹി മിലി, എന്നാൽ ലേക്കിൻ ദുക്കാൻ സെ സ്യാഹി തോ നഹി മിലി, എന്നാൽ കടയിൽ നിന്ന് മഷി കിട്ടിയതുമില്ല. അപ്പോഴാണ് കടക്കാരൻ പറഞ്ഞത്, കാരണം കടയിൽ എന്താണ് കടക്കാരൻ പറയുന്നത്, സ്യാഹിക്ക് ബോതൽ അഭി അഭി കാലി ഹോ ഗയി. യെസ്, ഞാൻ ആ കോൺവെർസേഷൻ ജസ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞുതരാം. സാഹിൽ സെ പഹലെ ഹി ബേലാനെ ദുക്കാൻദാർ സെ കहा, സാഹിലിന് മുന്നേ തന്നെ ബേല കടക്കാരനോട് പറഞ്ഞു, ഏക് പെൻ സ്യാഹി ഭർ ദോ. വേലയാണ് കടക്കാരനോട് എന്ന് പറയുന്നത്, കാരണം സാഹിലിന്റെ പേരിലാണ് മഷി നിറപ്പിക്കേണ്ടുന്നത്. പക്ഷേ സാഹിൽ അല്ല പറയുന്നത്, വേലയാണ് പറയുന്നത്. ഏക് പെൻ സ്യാഹി ഭർ ദോ, ഒരു പേന നിറയെ ഒരു പേനയിൽ മഷി നിറച്ചു തരൂ, ഒരു പേനയിൽ മഷി നിറച്ചു തരൂ. അപ്പൊ കടക്കാരൻ പറയണം, ബേട്ടെ സ്യാഹിക്ക് ബോത്തൽ അഭി അഭി കാലുകയെ, മക്കളെ സ്യാഹിക്ക് ബോത്തൽ അഭി അഭി കാലുകയെ, മഷിയുടെ ബോട്ടിൽ തന്നെ അഭി ഇപ്പൊ അങ്ങോട്ട് കാലി ആയതേ ഉള്ളൂ. അബുത്തോ കൽഹി മിൽപ്പായകി, ഇനി നാളെ കിട്ടുള്ളൂ. അപ്പൊ ബേല പറയാണ്, ബേലയുടെ ഡയലോഗാണ്, ലേക്കിൻ ഇസ്നെ തോ പെൻ മേ ജോ സ്യാഹി തീ ഉസേ ഭി സമീൻ പർ ചിടക് ദിയ, എന്നാൽ ഇവനുണ്ടല്ലോ, ലേക്കിൻ ഇസ്നെ തോ പെൻ മേ ജോ സ്യാഹി തീ ഉസേ ഭി സമീൻ പർ ചിടക് ദിയ, എന്നാൽ ഇവൻ പേനയിൽ മിച്ചമുണ്ടായിരുന്ന ബാക്കി ഉണ്ടായിരുന്ന മഷി കൂടി നിലത്ത് ഉടഞ്ഞു കളഞ്ഞു. അപ്പൊ കടക്കാരൻ പറയാണ്, ബാദൽ കോ ദേഖ് കർ കടേ കോ നഹീ ടുലാനാ ചാഹിയേ, മഴമേഘങ്ങൾ കണ്ടുകൊണ്ട്, ആകാശത്ത് മേഘങ്ങൾ കണ്ട ഉടനെ തന്നെ മഴ കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ ഒരിക്കലും നമ്മൾ ശേഖരിച്ചു വെച്ചിരിക്കുന്ന, നമ്മൾ കുടത്തിൽ അവശേഷിച്ചിരിക്കുന്ന വെള്ളം നമ്മൾ എന്ത് ചെയ്ത് കമഴ്ത്തി കളയരുത്. മഴ പെയ്ത് വെള്ളം കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ നമ്മൾ എന്താണ്, മഴമേഘം കണ്ട ഉടനെ തന്നെ കുടത്തിൽ മിച്ചമുള്ള വെള്ളം നമ്മൾ കമഴ്ത്തി കളയരുത്. ഒരുപക്ഷേ ആകാശത്ത് മേഘങ്ങൾ വന്നിട്ടങ്ങ് അപ്രത്യക്ഷമായി വന്നേക്കാം. എന്നുവെച്ചാൽ എല്ലാ മേഘങ്ങളും, എല്ലാ മഴമേഘങ്ങളും മഴയായി പെയ്യുകയില്ല. ചില മേഘങ്ങൾ വന്നിട്ട് വലിയ മഴ പെയ്യുമെന്നുള്ള പ്രതീതി ജനിപ്പിച്ചിട്ട് അപ്രത്യക്ഷമായി വന്നേക്കാം. അതുകൊണ്ട് ഒന്ന് കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ നമ്മുടെ കൈവശമുള്ളതിനെ നാം ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്, നാം ഒരിക്കലും കളയാൻ പാടില്ല. ഓക്കെ, കിസി വസ്തുക്കോ മിൽനെ കി പ്രതീക്ഷാമേ, ഒരു വസ്തു നമ്മളിലേക്ക് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ हमारे पास के वस्तु को नहीं चाहना चाहिए, हमारे हाथ के वस्तु, നമ്മുടെ കയ്യിലുള്ള നമ്മുടെ പക്കലുള്ളതിനെ നഷ്ടപ്പെടുത്തരുതെന്നാണ് കടക്കാരൻ പറഞ്ഞത് കൊണ്ട് അർത്ഥമാക്കുന്നത്. മനസ്സിലായോ? അപ്പൊ കിസി വസ്തുക്കോ മിൽനെ കി പ്രതീക്ഷാമേം, ഏതെങ്കിലും ഒരു വസ്തു കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ ഹമാരെ പാസ് കെ വസ്തുക്കോ, നമ്മുടെ പക്കലുള്ള നമ്മുടെ കൈവശമുള്ള വസ്തുവിനെ നഷ്ടപ്പെടുത്തരുത്. അപ്പൊ കടക്കാരൻ അങ്ങനെ പറയാൻ കാരണം എന്താണ്? സാഹിലിനെ നൈ സ്യാഹി ഭർവാനെ കെ ലിയെ, പുതിയ മഷി നിറപ്പിക്കുന്നതിന് വേണ്ടി പെൻ മേം ബച്ചി, പേനയിൽ മിച്ചമുണ്ടായിരുന്ന സ്യാഹി ജമീൻ പർ ചിടക് ദിയ, മഷി നിലത്ത് തെറിപ്പിച്ചു കളഞ്ഞു, നിലത്ത് കുടഞ്ഞു കളഞ്ഞു. ലേക്കിൻ ദുക്കാൻ സേ സ്യാഹി തോ നഹി മിലി, എന്നാൽ കടയിൽ നിന്ന് മഷി കിട്ടിയതുമില്ല. ഇസ് അവസർ പർ ദുക്കാൻദാർ ने ऐसा कहा, ഈ അവസരത്തിലാണ് കടക്കാരൻ ഇപ്രകാരം പറഞ്ഞത്, ബാദൽ കോ ദേഖ് കർ കടേ കോ നഹി ഠുലാനാ ചാഹിയെ. ഇങ്ങനെ പറഞ്ഞതിന് ശേഷം കടക്കാരൻ വീണ്ടും ചോദിക്കുന്നത്, കോൺസീമം പഠിത്തേ ഹോ, കോൺസീമം പഠിത്തേ ഹോ, നിങ്ങൾ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? അപ്പം സാഹിൽ പറയുന്നുണ്ട്, പാഞ്ചിമേ, 5ാം ക്ലാസ്സിൽ. അപ്പോൾ മനസ്സിലാക്കണം, 5ാം ക്ലാസ്സിൽ ഓരോ കഥാപാത്രവും ഡയലോഗ് പ്രസന്റ് ചെയ്യുമ്പോൾ ആ സംഭാഷണം, ആ ഡയലോഗ് പ്രസന്റ് ചെയ്യുന്ന സാഹചര്യത്തിലുള്ള അവരുടെ ആ ഒരു വികാരം എന്താണെന്ന് കൂടി നമ്മൾ എഴുതി പ്രതിഫലിപ്പിക്കണം. അതിൻ്റെ ബ്രാക്കറ്റിൽ ഏതൊരു ഭാവത്തോടു കൂടിയാണ്, അത് സന്തോഷത്തോടു കൂടിയാണോ, അതോ ദേഷ്യത്തോടു കൂടിയാണോ, അതോ സഹതാപത്തോടു കൂടിയാണോ, എങ്ങനെയാണ് ആ ഡയലോഗ് പ്രസന്റ് ചെയ്യുന്നതെന്ന് നമ്മൾ ബ്രാക്കറ്റിൽ എഴുതുന്നത് ഗുണകരമായിരിക്കും. മനസ്സിലായി? അപ്പോൾ അത് പട്കഥയൊക്കെ എഴുതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പട്കഥയും വാർത്താലാപമൊക്കെ എഴുതുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്താണ് ആ കഥാപാത്രം ഡയലോഗ് പ്രസന്റ് ചെയ്യുമ്പോൾ ഏത് വികാരത്തോടു കൂടിയാണ്, എങ്ങനെയാണ് ആ ഡയലോഗ് പ്രസന്റ് ചെയ്യുന്നതെന്ന് മനസ്സിലായ? ബുരേ മനസ്സ് എന്ന് പറഞ്ഞാൽ താല്പര്യമില്ലാതെ. സാഹിൽ ഡയലോഗ് പ്രസന്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ബുരേ മനസ്സാണ്, ബുരേ മനസ്സിന് താല്പര്യമില്ലാതെ. ആഞ്ചിയുമേ 5ാം ക്ലാസ്സിൽ. കടക്കാരന് മറുപടി നൽകി. കടക്കാരൻ ചോദിച്ചു, കോൺസീമം പഠിത്തേ ഹോ, ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ആഞ്ചി എന്ന് 5ാം ക്ലാസ്സിൽ.
സാഹിലിനെ ഐസെ ബുരേ മനസ്സേ ബതായ ബുരേ മനസ്സ് എന്ന് പറഞ്ഞാൽ താല്പര്യമില്ലാതെയാണ് പറഞ്ഞത്. ജയ്സെ പാഞ്ചിയും പട്ന കൊയ് പാപു 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന എന്തോ ഒരു പാപം എന്ന രീതിയിലാണ് അവൻ മറുപടി നൽകുന്നത്. മനസ്സിലായോ? അപ്പോൾ വീണ്ടും കടക്കാൻ ചോദിക്കും, തോന്നും നിങ്ങൾ രണ്ടുപേരും 5ാം ക്ലാസ്സിലാണോ പഠിക്കുന്നത്? ഹാം അതെ. വീണ്ടും ചോദിക്കും, താല്പര്യമില്ലാതെ മറുപടി നൽകിയത് സാഹിലാണ്. അപ്പോൾ അവൻ വഴി ബുരേ മനസ്സെന്ന് കൊടുക്കും. ബുരേ മനസ്സെന്ന് താല്പര്യമില്ലാതെ, എന്താ പാഞ്ചിമേ 5ാം ക്ലാസ്സിൽ. വീണ്ടും കടക്കാരൻ ചോദിക്കുന്നതാണ്, ധോനോ നിങ്ങൾ രണ്ടുപേരും 5ാം ക്ലാസ്സിലാണോ പഠിക്കുന്നത്? ഹാം. അതിന് മറുപടി നൽകുന്നത് ബേലയാണ്. ബേല ഐസ കുഷോക്കർ ബതായ. ഐസ കുഷോക്കർ ബതായ വളരെ സന്തോഷത്തോടു കൂടിയാണ് പറഞ്ഞത്. ഐസെ കോയി ബഹുത് ബഡി ബാത് ഹോ. താൻ പറയുന്ന എന്തോ ഒരു മഹാ സംഭവമാണ്, എന്തോ വലിയ കാര്യം പറയുന്ന കൊടുക്കാണ്. ആര്? ബേല റിപ്ലൈ കൊടുക്കുന്നത്, ഹാം അതെ ഞങ്ങൾ 5ാം ക്ലാസ്സിലാണ്. ഹം ദോനോങ്ക സെക്ഷൻ ഫീ ഏക് ഹി ഹേ. അതെ ഞങ്ങൾ രണ്ടുപേരും 5ാം ക്ലാസ്സിലാണ്. അത് മാത്രമല്ല ഹം ദോനോങ്ക സെക്ഷൻ ഫീ ഏക് ഹി ഹേ. ഞങ്ങൾ രണ്ടുപേരുടെയും സെക്ഷനും ഒന്നാണ്. എ സെക്ഷനിലാണ് പഠിക്കുന്നത്, എ ഡിവിഷനിലാണ് ഞങ്ങൾ പഠിക്കുന്നതെന്ന് മറുപടി നൽകുന്നു അവിടെ ആര്? ബേല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത്, അവിടെ പഠിക്കേണ്ടുന്നത് ഇത്രയേ ഉള്ളൂ. സാഹിൽ ബേല और दुकानदार के बीच का वार्तालाप. സാഹിലും ബേലയും കടക്കാരനും തമ്മിലുള്ള ദുക്കാൻദാറും തമ്മിലുള്ള കോൺവെർസേഷൻ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ആ ഭാഗം നമുക്ക് തിരക്കഥയായിട്ട് ചോദിക്കാം കേട്ടോ, പട്കഥയായിട്ട് ചോദിക്കാം. അതോടൊപ്പം തന്നെ ക്വസ്റ്റ്യൻ ആൻസർ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ അത് തന്നെയാണ്. ബാദൽ കോ ദേക്കർ കടേ കോ നഹി ടുലാനാ ചാഹിയേ, ദുക്കാൻദാറിനെ ഐസ ക്യോം കഹാ. മഴമേഘങ്ങൾ കണ്ടുകൊണ്ട് കുടം കമഴ്ത്തരുത്, കുടം ചരിക്കരുത്. ദുക്കാൻദാറിനെ ഐസ ക്യോം കഹാ. കടക്കാരൻ എന്തുകൊണ്ടാണ് ഇപ്രകാരം പറഞ്ഞത്? മനസ്സിലായ? അത് നമുക്ക് ചോദ്യോത്തരമായി അല്ലെ ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. മനസ്സിലായ? ആ ചോദ്യം അതേ രീതിയിൽ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഒപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത് ആ സാഹചര്യത്തിലുള്ള സാഹിലും ബേലയും ദുക്കാൻദാറും തമ്മിലുള്ള ആ കോൺവെർസേഷൻ നമ്മൾ പഠിച്ചിരിക്കണം. ഒപ്പം ആ സാഹിൽ ചെയ്ത ആ മണ്ടത്തരം എന്താണെന്ന് കൂടി മനസ്സിലാക്കണം കേട്ടോ. സ്യാഹി സമീൻ പർ ചിടക് ദിയ. ഓക്കെ, രണ്ടാമത്തെ സംഭവം അവിടെ തീർന്നു. അപ്പം ആദ്യ സംഭവമായിട്ട് നമ്മൾ പഠിച്ചത് സാഹിൽ और बेला गीली സമീൻ पर ബീർബോട്ടിയോം കോ ഖോജന. സാഹിലും ബേലയും കൂടി നനഞ്ഞ മണ്ണിലിരുന്നു കൊണ്ട് ബീർബോട്ടിയാമിനെ തെരയുന്നതായിരുന്നു കഥയിലെ ആദ്യ സന്ദർഭം അല്ലെങ്കിൽ കഥയിലെ ആദ്യ സംഭവം. രണ്ടാമത്തെ സംഭവമായിട്ട് നമ്മൾ പറഞ്ഞു നൈസ് യാഹി ഭർവാനെ കേലിയെ, പുതിയ മഷി നിറപ്പിക്കുന്നതിന് വേണ്ടി ദോനോ ദുക്കാൻ ജാത്തെ ഹേ, ഇരുവരും കടയിലേക്ക് പോകുന്നു. ആ പോകുന്ന സാഹചര്യത്തിൽ സാഹിൽ ബേല और दुकानदार के बीच का वार्तालाप. സാഹിലും ബേലയും ദുക്കാൻദാറും തമ്മിലുള്ള ആ കോൺവെർസേഷൻ നമ്മൾ വേറെ എങ്ങും പോകണ്ട, പുസ്തകത്തിൽ തന്നെ ആ കോൺവെർസേഷൻ നമുക്ക് പുസ്തകത്തിൽ നിന്ന് പഠിക്കാവുന്നതാണ് കേട്ടോ. നമുക്ക് കൂടുതലായിട്ടൊന്നും അതിനകത്ത് കൂട്ടിച്ചേർക്കേണ്ടതായിട്ട് ഒന്നുമില്ല. കാരണം ആ നൽകിയിരിക്കുന്ന വാർത്താല അതേ രീതിയിൽ തന്നെ വായിച്ച് മനസ്സിലാക്കുക. പിന്നെ മക്കളെ നമുക്ക് പഠിക്കേണ്ടുന്നത്, ഒരു പാരഗ്രാഫിൽ പഠിക്കേണ്ടതെന്ന് പറഞ്ഞാൽ സാഹിലും ബേലയും തമ്മിലുള്ള ആ സൗഹൃദം എത്ര ദൃഢമാണ്, എത്രത്തോളം ശക്തമായ ഒരു സൗഹൃദമാണ് അവർ സ്ഥാപിച്ചിട്ടുള്ളത്. ആ സൗഹൃദത്തിന്റെ ആഴം എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് വ്യക്തമാക്കി തരുന്നതാണ് ആ ഒരു പാരഗ്രാഫ്. അടുത്ത പാരഗ്രാഫ് കേട്ടോ. ദോനോം പാസ് പാസ് ഹി ബൈഠത്തെ थे. ദോനോം പാസ് പാസ് ഹി ബൈഠത്തെ, ഇരുവരും അടുത്തടുത്താണ് ഇരുന്നിരുന്നത്. കോപ്പി മേ കാം കർത്തെ തോ ദോനോ കോപ്പി മേ കാം കർത്തെ थे. എന്നുവെച്ചാല് സാഹിലും ബേലയും ദോനോം പാസ് പാസ് ഹി ബൈഠത്തെ थे, ഇരുവരും അടുത്തടുത്താണ് ഇരുന്നിരുന്നത്. കോപ്പി മേ കാം കർത്തെ തോ ദോനോ കോപ്പി മേ കാം കർത്തെ थे. ഇനി കോപ്പി എഴുതാനുണ്ടെങ്കിൽ, എന്തെങ്കിലും നോട്ട്സ് എഴുതാനുണ്ടെങ്കിൽ ദോനോ കോപ്പി മേ കാം കർത്തെ, രണ്ടുപേരും എഴുതിയിരുന്നു. കിതാബ് പഠിത്തേ തോ, ഇനി പുസ്തകം വായിക്കുകയാണെന്ന് വിചാരിക്കുക. കിതാബ് പഠിത്തേ തോ ദോനോ കിതാബ് പഠിത്തേ, പുസ്തകം വായിക്കുകയാണെങ്കിൽ രണ്ടുപേരും പുസ്തകം വായിച്ചിരുന്നു. ബൽക്കി പാഠ് ഭി ഏക് ഹി പഠിത്തേ, അവർ വായിക്കുന്ന പാഠഭാഗങ്ങൾ പോലും ഒന്ന് തന്നെയായിരുന്നു. ഈ രണ്ട് കുട്ടികളും മനസ്സിലായ, സാഹിലും ബേലയും തമ്മിലുള്ള സൗഹൃദം എത്ര ദൃഢമാണ്, എത്ര ആഴത്തിലുള്ള സൗഹൃദമാണെന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്നു ആ ഒരു പാരഗ്രാഫ്. മനസ്സിലായ? അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കിയാൽ നമുക്ക് ഗുണം ചെയ്യുന്നത് ഈ കാര്യങ്ങൾ. ഇവരെഴുതുന്ന സാഹിലോ ബേലയോ എഴുതുന്ന കത്തിനകത്ത്, സാഹിൽ ബേലയ്ക്കോ ബേല സാഹിലിനോ എഴുതുന്ന കത്തിൽ പങ്കുവയ്ക്കാവുന്ന അവർ വിശേഷങ്ങളിൽ ഈ കാര്യങ്ങൾ നമുക്ക് കൂട്ടിച്ചേർക്കാം. ഒന്നിച്ച് ക്ലാസ്സിൽ അടുത്തടുത്തിരുന്നതും, ഒന്നിച്ച് പുസ്തകങ്ങൾ വായിച്ചതും, ഒരുമിച്ചിരുന്ന് നോട്ട്സ് എഴുതിയതും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കവിടെ ഉപകാരപ്രദമാകും. ഒപ്പം ഇവിടെ സൗഹൃദം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്നു ആ പാരഗ്രാഫിൽ വായിക്കുമ്പോൾ. എന്താണ്? ദോനോ കോപ്പി മേ ദോനോ പാസ് പാസ് ബൈഠത്തെ थे. ക്ലാസ് മേ ദോനോ പാസ് പാസ് ബൈഠ, ക്ലാസ്സിൽ ഇരുവരും അടുത്തടുത്താണ് ഇരുന്നത്.
കോപ്പി മേ കാം കർത്തെ തോ ദോനോ കോപ്പി മേ കാം കർത്തെ തേ. മീൻസ് എന്തെങ്കിലും എഴുതാനുണ്ടെങ്കിൽ രണ്ടുപേരും എഴുതിയിരുന്നു. കിതാബ് പഠിത്തേ തോ, ഇനി പുസ്തകം എഴുതാണെന്ന് വിചാരിക്കുക. കിതാബ് പഠിത്തേ തോ ദോനോ കിതാബ് പഠിത്തേ, രണ്ടുപേരും പുസ്തകം വായിച്ചിരുന്നു. ബൽക്കി എന്ന് മാത്രമല്ല പാഠ്യക്കി പഠിത്തേ, അവർ പഠിക്കുന്ന പാഠഭാഗങ്ങൾ പോലും ഒന്ന് തന്നെയായിരുന്നു. അവർ പഠിക്കുന്നത് ഒരാൾ അതിന് എക്സാമ്പിൾ പറയുന്നതോടെ ചമക്കുടി സൻ സഥാവന്മേം ഓ തൽവാർ പുരാനി തീ. ബേല കഹത്തി തോ, ബേല വായിക്കുകയാണ്, സാഹിൽ വായിക്കുകയാണ്. ചമക്കുടി സൻ സഥാവന്മേം ഓ തൽവാർ പുരാനി തീ. 57 തിളങ്ങിയിരുന്ന ആ വാള് പഴയതായിരുന്നു എന്ന് പറയുന്ന ആ കവിതയിലെ വരികൾ സുഭദ്രാകുമാരി ചൗഹാൻ എഴുതിയ ഝാൻസി കി റാണി എന്ന് പറഞ്ഞ കവിതയിൽ നിന്നുള്ള വരികളാണ് അത് കേട്ടോ. അപ്പം വായിക്കുകയാണ്, കവിത വായിക്കുകയാണ്, കവിതയിലെ വരികൾ വായിക്കുകയാണ്. ചമക്കുടി സൻ സത്താവന്മേ ഓ തൽവാർ പുരാനി തീ ബേല കഹത്തി തോ. സാഹിലും പറഞ്ഞിരുന്നു ചമക്കുടി സൻ സത്താവന്മേ ഓ തൽവാർ പുരാനി തീ. അത് തന്നെ അതേ വരികൾ തന്നെ ആരും വായിച്ചിരുന്നു? സാഹിലും വായിച്ചിരുന്നു. ഇനി പറയാണ് പാനി പീനെ ചലി ജാവും, ബഹൻജി പാനി പീനെ ചലി ജാ, ചേച്ചി വെള്ളം കുടിക്കാൻ പോവാം, ചേട്ടത്തി വെള്ളം കുടിക്കാൻ പോകട്ടെ എന്ന് ചോദിക്കുകയാണ് ആര്? ബേല ചോദിക്കുമ്പോൾ സാഹിലും പറഞ്ഞിരുന്നു ബഹൻജി പാനി പീനെ ചലാ ജാവും, ബഹൻജി വെള്ളം കുടിക്കാൻ പോയിക്കൊള്ളട്ടെ എന്ന് ആരും ചോദിച്ചിരുന്നു? സാഹിലും ചോദിച്ചിരുന്നു. അപ്പൊ മനസ്സിലാക്കുന്നത് ഒരാൾ എന്താണോ പറയുന്നത് അത് ഏറ്റു പറഞ്ഞിരുന്നു. അങ്ങനെയുള്ള ഒരു സാഹചര്യമായിരുന്നു. ഒരാൾ എന്ത് പറയുന്നുവോ, ഒരാൾ എന്ത് ചെയ്യുന്നുവോ അതുപോലെ തന്നെ അടുത്ത കുട്ടിയും ചെയ്യുന്നു. അവിടെ മനസ്സിലാക്കേണ്ടുന്നത് സാഹിലും ബേലയും തമ്മിലുള്ള സൗഹൃദത്തിന്റെ ആഴം എന്താണെന്നാണ്. എത്രത്തോളം ദൃഢമായ സൗഹൃദമാണ് അവർ തമ്മിലുള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്നു. ആ രീതിയിൽ വേണം ആ ഒരു പാരഗ്രാഫ് നാം വായിച്ച് മനസ്സിലാക്കേണ്ടുന്നത്. ഓക്കെ, പിന്നീട് അപ്പം ഒന്ന് സാഹിലും ബേലയും ബേലയും കൂടി നനഞ്ഞ മണ്ണിൽ ബീർബോട്ട് ചെയ്യാൻ തിരയുന്ന സാഹചര്യം. രണ്ടാമതായിട്ട് പുതിയ മഷി നിറപ്പിക്കുന്നതിന് വേണ്ടി ഇരുവരും കൂടി കടയിലേക്ക് പോകുന്ന സാഹചര്യം. പിന്നീട് ആ സാഹചര്യമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇനി മൂന്നാമത്തെ സംഭവത്തിലേക്ക് പോവുകയാണ്. മൂന്നാമത്തെ സംഭവം എന്ന് പറഞ്ഞാൽ ഒരു മാസ്റ്ററിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. ഒരു മാസ്റ്റർ പേരാണ് സുരേന്ദർ. സുരേന്ദർ എന്ന് പറയുന്ന ഒരു മാത്സ് ടീച്ചർ, ക്രൂരനായ ഒരു മാത്സ് ടീച്ചറിനെ കുറിച്ചാണ്. ആ മാത്സ് ടീച്ചർ ആരാണ് സുരേന്ദർ എന്ന് പറയുന്ന മാസ്റ്റർ? ആ മാസ്റ്ററിന്റെ ക്യാരക്ടർ എന്താണ്? ഒപ്പം ആ മാസ്റ്ററിൽ നിന്നും ബേല എന്ന പെൺകുട്ടിക്ക് നേരിടേണ്ടി വന്ന ഒരു ദുരനുഭവം. ആ ദുരനുഭവത്തെ തുടർന്ന് തൻ്റെ ആത്മാർത്ഥ സുഹൃത്തിന് മുന്നിൽ നാണക്കേട് അനുഭവിക്കേണ്ടി വന്ന ബേല. അതാണ് നമുക്ക് അടുത്ത മൂന്നാമത്തെ സംഭവമായിട്ട് പഠിക്കാനുള്ളത്. അപ്പൊ മൂന്നാം സംഭവം എന്താണ്? സുരേന്ദർ ജി മാഡ് സാബിനെ ബേല കെ ബാലോ മേ പഞ്ച ഫസായ. എന്നുവെച്ചാൽ സുരേന്ദർ മാസ്റ്റർ ബേലയുടെ മുടിക്ക് കുത്തിപ്പിടിച്ചു. ഓർ ബേല സാഹിൽ കെ സാമനെ, അങ്ങനെ ബേലയ്ക്ക് സാഹിൽ കെ സാമനെ, സാഹിലിന്റെ മുന്നിൽ ഖുദ് കോ ശർമിദ മാസൂസ് ഹുയി, സ്വയം നാണക്കേട് അനുഭവപ്പെട്ടു. സ്വയം നാണക്കേട് അനുഭവപ്പെട്ട ഒരു സാഹചര്യമാണ് നമ്മളവിടെ പഠിക്കേണ്ടുന്നത്. മനസ്സിലായി? സുരേന്ദർ ജി മാഡ് സാബിനെ ബേല കെ ബാലോ മേ പഞ്ചാ ഫസായ. സുരേന്ദർ മാസ്റ്റർ ബേലയുടെ മുടിക്ക് കുത്തിപ്പിടിക്കുകയും അതിനെ തുടർന്ന് ബേല സാഹിൽ കെ സാമനെ, സാഹിലിന്റെ മുന്നിൽ ഖുദ് കോ ശർമിദ മഹസൂസ് ഹുയി, സ്വയം നാണക്കേട് അനുഭവപ്പെട്ട സാഹചര്യമാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇപ്പൊ സുരേന്ദർ ജി മാഡ് സാബ് ആരാണെന്ന് നമുക്ക് നോക്കാം. ഗണിത് കെ മാഡ് സാബ്. ഗണിത് കെ മാഡ് സാബ് എന്ന് പറഞ്ഞാൽ ഗണിതാധ്യാപകനാണ്, മാത്സ് ടീച്ചറാണ്. അപ്പോൾ ഗണിത് കെ മാഡ് സാബ് സുരേന്ദർ ജി കാ പീരീഡ്, സുരേന്ദർ എന്ന് പറയുന്ന ഈ മാസ്റ്ററുടെ പീരീഡ് ഖേൽ ഖടി കെ ബാദ് ആതാ താ. എപ്പോഴാണ്? ഡ്രിൽ പീരീഡിന് ശേഷമാണ് ഈ മാസ്റ്ററുടെ പീരീഡ് വന്നിരുന്നത്. ബच्चे उनसे काम थे, കുട്ടികൾ അദ്ദേഹത്തെ ഭയന്ന് വിറച്ചിരുന്നു. इसलिए खेल खड़ी बंद होने से, അതുകൊണ്ട് തന്നെ खेल खड़ी बंद होने से 2 मिनट पहले ही, 2 മിനിറ്റ് മുൻപേ തന്നെ बच्चे अपनी अपनी जगहों पर आकर बैठ जाते थे. കുട്ടികൾ अपनी अपनी जगहों पर आकर बैठ जाते थे. അപ്പോൾ ചോദ്യം ഇതാണ്, बच्चे खेल खड़ी बंद होने से 2 मिनट पहले ही अपनी अपनी जगहों पर आकर बैठ जाते थे. क्यों? എന്നുവെച്ചാൽ ഈ ഡ്രിൽ പീരീഡ് അല്ലെങ്കിൽ PT പീരീഡ് അവസാനിക്കുന്നതിന്, എന്നുവെച്ചാൽ അടുത്ത ബെല്ലടിക്കുമല്ലോ, ബെല്ലടിക്കുന്നതിന് 2 മിനിറ്റ് മുമ്പേ തന്നെ കുട്ടികൾ അവരവരുടെ സീറ്റിൽ പോയി ഇരുന്നിരുന്നു. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് മനസ്സിലാക്കുക. ഇദ്ദേഹത്തിൻ്റെ സുരേന്ദർ അല്ലേ, ഗണിത് കെ മാഡ് സാബ്
सुरेंद्र जी का पीरियड खेल कड़ी के बाद आता था. खेल कड़ी കഴിഞ്ഞ ഈ ഡ്രിൽ പീരീഡ് കഴിഞ്ഞാണ് അദ്ദേഹത്തിന്റെ പീരീഡ്. ബച്ചൻസെ കാമത്തെ കുട്ടികൾ അദ്ദേഹത്തിന് ഭയന്ന് വിറച്ചിരുന്നു. കാരണം സുരേന്ദർ ജി മാഡ് സാബ് इस पीरियड में कॉपी जांचते थे. ഈ പീരീഡ് കുട്ടികളുടെ കോപ്പി ജാഞ്ച് ചെയ്ത് കോപ്പി ബുക്ക് ചെക്ക് ചെയ്തിരുന്നു. कॉपी को चेक ചെയ്യുമ്പോൾ जरा सी गलती पर बच्चों को इधर उधर फेंक देते थे या चापट मारने लगते थे. ചെറിയ തെറ്റിന് പോലും बच्चों को इधर उधर फेंक देते. കുട്ടികളെ അവിടെ ഇവിടെ പിടിച്ച് फेंक देते മീൻസ് തെള്ളുമായിരുന്നു. या चापट मारने लगते അല്ലെങ്കിൽ ക്രൂരമായി മർദ്ദിക്കാൻ തുടങ്ങുമായിരുന്നു. और उनका हाथ चलना शुरू होता तो ഒപ്പം അദ്ദേഹം അടിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ രുക്ന ഭൂൽ ജാതാ താ. അദ്ദേഹം നിർത്താൻ മറന്നു പോകുന്ന രീതിയിൽ മർദ്ദിക്കുന്ന ഒരു ക്രൂരനായ അധ്യാപകനായിരുന്നു ആര്? സുരേന്ദർ ജി മാഡ് സാബ്. അപ്പൊ മാസ്റ്റർ ഇതാണെന്ന് ആദ്യം മനസ്സിലാക്കുക. ഗണിത് കെ മാഡ് സാബ് ഗണിത അധ്യാപകനാണ്. അതൊരു പീരീഡ് എപ്പോഴാണ് വന്നിരുന്നത് നമ്മൾ മനസ്സിലാക്കുക. കേൽ കടി കെ ബാദ് ആതാ താ. ബച്ചൻസെ കാമത്തെ കുട്ടികൾ അത് ഭയന്ന് വിറച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഡ്രിൽ പീരീഡ് അവസാനിക്കുന്നതിന് 2 മിനിറ്റ് മുമ്പേ തന്നെ അപ്പനി ജഗവും पर आकर बैठ जाते. അവരവരുടെ സീറ്റിൽ പോയി കുട്ടികൾ ഇരിക്കുമായിരുന്നു. എന്തുകൊണ്ടെന്ന് വെച്ചാൽ इसी पीरियड में सुरेंद्र जी माड साहब कॉपी जांचते थे. ഈ പീരീഡ് സുരേന്ദർ മാസ്റ്റർ കുട്ടികളുടെ കോപ്പി ബുക്ക് ചെക്ക് ചെയ്യുമായിരുന്നു. ജാഞ്ചന എന്ന് പറഞ്ഞാൽ ചെക്ക് ചെയ്യുക. ജറാസി ഗളത്തി അപ്പോൾ അങ്ങനെ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ചെറിയ മിസ്റ്റേക്ക് എങ്കിലും കുട്ടികൾ എഴുതിക്കൊണ്ട് ഹോംവർക്ക് ആയിരിക്കാം, മനസ്സിലായ ചെറിയ ഇക്വേഷൻ എങ്കിലും ഒരു ചെറിയ തെറ്റെങ്കിലും വന്നു കഴിഞ്ഞാൽ ജറാസി ഗലത്തി എന്ന് തെറ്റെന്നാടോ. ജറാസി ഗലത്തി ചെറിയൊരു മിസ്റ്റേക്കിന് പോലും ബച്ചോങ്കോ ഇതർ ഉദർ ഫേങ് ദേത്തെ കുട്ടികളെ അവിടെ എവിടെയൊക്കെ പിടിച്ച് തെള്ളുമായിരുന്നു. യാ ചാപ്പട്ട് മാറിനെ ലഗത്തെ അല്ലെങ്കിൽ ക്രൂരമായി മർദ്ദിക്കുമായിരുന്നു. പിന്നെ ഒരു കാര്യം കൂടി നമ്മൾ പറഞ്ഞു. ഉൻകാ ഹാത്ത് ചലനാ ശുരു ഹോത്താ തോ രുക്ന ഭൂൽ ജാതാ. അദ്ദേഹം അടിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ മറന്നു പോകുന്ന രീതിയിൽ ക്ലാസ്സിൽ അടിക്കാനാണ് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നിർത്താൻ മറന്നു പോകുമായിരുന്നു. ആ രീതിയിൽ അടിച്ചുകൊണ്ടേയിരിക്കുമായിരുന്നു. അങ്ങനെയുള്ള ഒരു ക്രൂരനായ അധ്യാപകനായിരുന്നു സുരേന്ദർ ജി മാഡ് സാബ്. പരീക്ഷയ്ക്ക് പബ്ലിക് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്, क्या आप सुरेंद्र जी माड साहब के व्यवहार से सहमत है? നിങ്ങൾ ഈ സുരേന്ദർ മാസ്റ്ററിന്റെ ഈ ക്യാരക്ടർ അല്ലെങ്കിൽ ഈ ഒരു സ്വഭാവത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായം എന്താണ്? अपनी राय प्रकट करें. നിങ്ങളുടെ അഭിപ്രായം सुरेंद्र जी माड साहब के व्यवहार को क्या आपको अच्छा लगते हैं? എന്താ സുരേന്ദർ മാസ്റ്ററിന്റെ ആ സ്വഭാവം അല്ലെങ്കിൽ ആ ഒരു ഈ ഒരു ആറ്റിറ്റ്യൂഡ് നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾ ഇതിനുള്ള നിങ്ങളുടെ കാഴ്ചപ്പാട് എന്താണ്, നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ഉള്ള രീതിയിൽ പബ്ലിക് എക്സാമിന് ചോദിച്ചുകൊണ്ട് അപ്പം എന്താണ് ഞാൻ ഇതിനോട് യോജിക്കുന്നില്ല. സുരേന്ദർ മാഡ് സാബ് ക്രൂർ അധ്യാപകൻ, ഒരു ക്രൂരനായ അധ്യാപകനാണ്. बच्चों को ऐसे करना उचित नहीं है. बच्चों को क्रूर व्यवहार का बच्चों से क्रूर व्यवहार കുട്ടികളോട് ക്രൂരമായിട്ട് പെരുമാറുന്നത് ഉചിത് नहीं है. उनको प्यार से മാനനാ ചാഹിയെ. അവരെ സ്നേഹത്തോടെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം, അല്ലെങ്കിൽ അവരെ സ്നേഹത്തോടെ അവരോട് എന്ത് ചെയ്യണം, ഇടപെടണം. അതൊക്കെയാണ് അതിന്റെ ആൻസർ കേട്ടോ. അപ്പൊ മനസ്സിലാക്കുക, ഇതാണ് സുരേന്ദർ ജി മാഡ് സാബ്. മാസ്റ്റർ ഇതാണ്, സുരേന്ദർ എന്ന് പറഞ്ഞ മാത്സ് ടീച്ചർ, ആ ക്യാരക്ടർ ഇതാണ്. ഇങ്ങനെയുള്ള ഈ ക്യാരക്ടറിൽ നിന്നും ബേലയ്ക്കുണ്ടായ ദുരനുഭവം, ആ ദുരനുഭവമാണ് മൂന്നാമതായിട്ട് നമ്മൾ എഴുതിയേക്കുന്നത്. സുരേന്ദർ ജി മാഡ് സാബ് ने बेला के बालों में पंचा फसाया. സുരേന്ദർ മാസ്റ്റർ ബേലയുടെ മുടിക്ക് കുത്തിപ്പിടിച്ചു. ഓക്കെ, പിന്നീട് പറഞ്ഞു സുരേന്ദർ ജി മാഡ് സാബിനെ ബേലാക്കെ ബാലോമേ പഞ്ചാ ഫസായ. നേരത്തെ പഠിച്ചു സാഹിൽ और ബേല ഗീലി സമീൻ पर ബീർബോട്ടിയോं को खोज. അപ്പൊ ബീർബോട്ടിയോं को खोज എന്നുള്ള വാക്ക് നമ്മൾ മനപ്പാടാക്കിയിരിക്കണം. പിന്നെ നൈ സ്യാഹി ഭർവാനെ കെ ലിയേ ദുക്കാൻ ജാന. പുതിയ മഷി നിറപ്പിക്കാൻ വേണ്ടി കടയിലേക്ക് പോവുക. ആ വാക്ക് നമ്മൾ പഠിച്ചിരിക്കണം. പിന്നെ മഷി നിലത്ത് കുടഞ്ഞു കളഞ്ഞു. അപ്പം മഷി നിലത്തേക്ക് കുടഞ്ഞു കളയുക എന്ന് ഹിന്ദി നമ്മൾ പഠിക്കണം. സ്യാഹി ജമീൻ पर छिड़क दिया. മഷി നിലത്തേക്ക് തെറിപ്പിച്ചു കളഞ്ഞു അല്ലെങ്കിൽ കുടഞ്ഞു കളഞ്ഞു എന്നുള്ള വാക്ക് നമ്മൾ അറിഞ്ഞിരിക്കണം, നമ്മൾ മനസ്സിലാക്കി കാണാതെ പഠിച്ചിരിക്കണം. ഒപ്പം സുരേന്ദർ എന്ന് പറയുന്ന മാസ്റ്റർ ബേലയുടെ മുടിക്ക് കുത്തിപ്പിടിച്ചു. പ്രധാനപ്പെട്ട സംഭവമാണ്. സുരേന്ദർ ജി മാഡ് സാബിനെ ബേലാക്കെ ബാലോമേ പഞ്ച ഫസായ. എന്നിട്ട് ശിസ്കലത്തിക്കോ പാക്കർ ഉസ്കെ ബാൽ പകഡ്കർ ഫേങ്നെ വാലേ തേ. എന്ത് തെറ്റ് കണ്ടിട്ടാണോ അവിടെ മുടിക്ക് കുത്തിപ്പിടിച്ച് എറിയേണ്ടിയിരുന്നത്, ഓ ഗലത്തി നൈം. ജസ്റ്റ് ഞാൻ ആ പ്രാധാന്യമില്ലാത്ത പോയിന്റ് ജസ്റ്റ് ഓടിച്ചു പറയാം കേട്ടോ. ഗലത്തി നൈം, അത് തെറ്റായിരുന്നില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ എന്താണ് മാഡ് സാബിനെ ഉസ്കോ ചോड़ दिया. उन्होंने उसको छोड़ दिया. അദ്ദേഹം അവളെ വെറുതെ വിട്ടു. ബേലാക്കെ ഭയഭീത ചേരേക്കോ ദേഖ്. ബേലയുടെ പേടിച്ചരണ്ട മുഖം കണ്ടിട്ട് സാഹിൽ ബുരി തരടക. സാഹിൽ ആകപ്പാടെ ഭയന്നു പോയിരുന്നു. ആകെ എന്നുവെച്ചാൽ ഒരു മാസ്റ്ററുടെ മുടിക്ക് എന്നുവെച്ചാൽ സുരേന്ദർ മാസ്റ്റർ അവിടെ മുടിക്കുത്തി പിടിച്ചു. അപ്പൊ ആകെ ഭയന്നു പോയാര് ബേല. അവളുടെ പേടിച്ചരണ്ട ആ മുഖം കണ്ടപ്പോൾ സാഹിൽ ബുരി തരടക. സാഹിൽ ആകപ്പാടെ ഭയന്നു പോയിരുന്നു.
അപ്പോൾ കണ്ട കാഴ്ച ഇതാണ്. ഉസ്നെ ദേക്കാക്കി സാഹിൽ കണ്ടു, ഉസ്നെ ദേക്കാക്കി ബേലാക്കപ്പോൾ അബിബി കാംരയും, അതാ ബേലയുടെ കാലുകൾ ഇപ്പോഴും കാംരയെ മീൻസ് വിറച്ചുകൊണ്ടിരിക്കുന്നു. ജയ്സേ കടേ കട അഭിവോ ഗിർജായകി നിൽക്കുന്ന നിൽപ്പോ എന്ന ഗിർജായക അവിടെ ഇപ്പോൾ വീണു പോകുന്ന രീതിയിലാണ് ബേല അവിടെ നിൽക്കുന്നത്. കാരണം ആ രീതിയിൽ അവിടെ കാലുകൾ വിറച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ നമ്മുടെ സുരേന്ദർജി മാഡ് സാബ് എന്ത് ചെയ്യാണ് അവസാനം? സുരേന്ദർജി മാഡ് സാബിനെ ഉസ്കി കോപ്പി കോ ഉസ്കെ ബൈഠ്നെ കി ജഗഹ പർ ഫേങ്ക്തേ ഹുയേ ജാക്കർ ബൈഠ്നെ ഹുവാ. സുരേന്ദർ മാസ്റ്റർ അവിടെ കോപ്പി ബുക്ക് അവിടെ സീറ്റിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് അവിടെ പോയിരിക്കാൻ പറഞ്ഞ സംഭവം. ആ സന്ദർഭത്തിൽ ബേലയ്ക്കുണ്ടായ ആ നാണക്കേട് മനസ്സിലായോ? കഹാ ക്യാ കഹാ ബൈഠ് ബൈഠ അപ്പനി ജഗഹ പർ, നിന്റെ സീറ്റിൽ പോയിരിക്കാൻ പറഞ്ഞു, നിന്റെ സീറ്റിൽ പോയിരിക്കെ എന്ന് മാസ്റ്റർ പറയുകയാണ്. അപ്പം ഇങ്ങനെ പറഞ്ഞപ്പോൾ ബേലയ്ക്കുണ്ടായ ഒരു നാണക്കേട്. സാഹിൽ കെ സാമനെ ബേല ഖുദ് കോ ശർമിദ മഹ്സൂസ് ഹുയി. ആ സാഹചര്യമാണ് സാഹിൽ കെ സാമനെ, സാഹിലിന്റെ മുന്നിൽ ഖുദ് കോ ശർമിദ മഹ്സൂസ് ഹുയി. മനസ്സിലായി? ബേല സാഹിൽ കെ സാമനെ ബേല ഖുദ് കോ ശർമിദ മഹ്സൂസ്, സ്വയം നാണക്കേട് വരുത്താനിടയാക്കിയ ഒരു സാഹചര്യം. മനസ്സിലായോ? ആ സാഹചര്യം അവളോടൊപ്പം മനസ്സിലാക്കേണ്ടുന്ന വേറൊരു കാര്യം, ജബോസ്കെ പാസ് അവൻ്റെ അടുക്കൽ പോയിരുന്നു. നമ്മുടെ സാഹിലിൻ്റെ അടുക്കൽ ബേല പോയിരിക്കുകയാണ്. കാരണം രണ്ടുപേരും അടുത്തടുത്തല്ലേ ഇരുന്നിരുന്നത്. അപ്പം സാഹിലിൻ്റെ അടുക്കൽ ബേല പോയിരിക്കുകയാണ്. എന്നുവെച്ചാൽ കോപ്പുക്ക് മാസ് കൊണ്ടെടുത്ത് അവരുടെ സീറ്റിലേക്ക് എറിഞ്ഞു. അങ്ങനെ ബേല തൻ്റെ സീറ്റിൽ പോയിരിക്കുകയാണ്. എന്നുവെച്ചാൽ ആരുടെ അടുത്ത് തന്നെയാണ് ഇരിക്കുന്നത്? സാഹിലിൻ്റെ അടുത്ത് തന്നെയല്ലേ ഇരിക്കുന്നത്. അപ്പം അവളുടെ അടുക്കൽ അവൻ്റെ അടുക്കൽ പോയിരുന്നപ്പോൾ അവൾക്ക് അവൻ്റെ മുഖത്തേക്ക് പോലും നോക്കാൻ കഴിഞ്ഞില്ല. അവൾക്ക് അവൻ്റെ മുഖത്തേക്ക് പോലും, തൻ്റെ കൂട്ടുകാരൻ്റെ മുഖത്തേക്ക് പോലും നോക്കാൻ കഴിഞ്ഞില്ല. കാരണം അത്രത്തോളം നാണക്കേടായിപ്പോയി. രണ്ട് രീതിയിലാണ്. അവൾക്ക് അവൻ്റെ മുഖത്തേക്ക് നോക്കാൻ കഴിഞ്ഞില്ല. എന്തുകൊണ്ട് എന്നുവെച്ചാൽ ബേല സാഹിലിൻ്റെ അടുക്കൽ പോയിരുന്നപ്പോൾ ബേലയ്ക്ക് സാഹിലിൻ്റെ മുഖത്തേക്ക് നോക്കാൻ കഴിഞ്ഞില്ല. രണ്ടാമതായിട്ട് സാഹിലിൻ്റെ മുന്നിൽ ബേലയ്ക്ക് സ്വയം നാണക്കേട് അനുഭവപ്പെട്ടു. രണ്ട് ചോദ്യത്തിന്റെ ഉത്തരം ഒന്ന് തന്നെയാണ്. എന്താ ആൻസർ? സുരേന്ദർജി മാഡ് സാബ് ने बेला के बालों में पंचा फसाया. സുരേന്ദ്രൻ മാസ്റ്റർ ബേലയുടെ മുടിക്ക് കുത്തിപ്പിടിച്ചു. और उसकी कॉपी को എന്നിട്ട് അവളുടെ കോപ്പി ഉണ്ടല്ലോ, उसकी बैठने की जगह पर फेंकते हुए जाकर बैठने को, എന്നിട്ട് അവളുടെ കോപ്പി ബുക്ക് അവളുടെ സീറ്റിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് പോയിരിക്കാൻ പറഞ്ഞു. मार्सा चाहे उसे पीट लेते मगर साहिल के सामने नहीं. സാർ വേണേ തന്നെ അടിച്ചോട്ടെ, മഗർ സാഹിൽ കെ സാമനെ നെയ്യും. തന്റെ കൂട്ടുകാരന്റെ മുമ്പിൽ വെച്ച് തന്നെ അടിക്കരുതായിരുന്നു. തന്നെ അടിച്ചതിലല്ല അവൾക്ക് പരിഭവം, തന്റെ കൂട്ടുകാരന്റെ മുമ്പിൽ വെച്ച് തന്നെ ഇപ്രകാരം ചെയ്തതിലാണ് ആർക്ക് ഷെയിമായി പോയത്, ആർക്ക് നാണക്കേടായി പോയത്? ബേലയ്ക്ക്. മാർസാ ചാഹെ, ആൻസർ ഇതാണ്, മാർസാബ് ചാഹെ ഉസ് പീട് ലേത്തെ മഗർ സാഹിൽ കെ സാമനെ നെയ്യും. സാർ വേണേ തന്നെ അടിച്ചോട്ടെ, മഗർ സാഹിൽ കെ സാമനെ നെയ്യും. സാഹിലിന്റെ മുന്നിൽ വെച്ച് അടിക്കരുതായിരുന്നു. കാരണം എന്താ? സാഹിൽ की नजर में बहुत अच्छी थी. സാഹിൽ की नजर में बहुत अच्छी थी. സാഹിലിന്റെ മുന്നിൽ വളരെ നല്ലൊരു കുട്ടിയായിരുന്നു, വളരെ നല്ലൊരു ഇമേജ് ആർക്കുണ്ടായിരുന്നു? ബേലയ്ക്കുണ്ടായിരുന്നു. അപ്പൊ സാഹിൽ की नजर में बहुत अच्छी थी. बहुत अच्छी എന്ന് പറഞ്ഞാൽ വളരെ നല്ല കുട്ടിയായിരുന്നു. തന്റെ ഇമേജ് നഷ്ടപ്പെട്ടു പോയില്ലയോ? താൻ ഇത്രയും നാള് നേടിയെടുത്ത പേര്, നല്ല കുട്ടി എന്ന പേര് തന്റെ കൂട്ടുകാരന്റെ മുന്നിൽ നഷ്ടമാകുവാൻ ഇടയാക്കിയില്ലേ ഈ സാഹചര്യം? ഈ മാസ്റ്റർ ഇങ്ങനെ ചെയ്തത് മനസ്സിലായോ? അപ്പം മനസ്സിലാക്കുന്ന സുരേന്ദർജി മാഡ് സാബിനെ സാഹിൽ കെ സാമനെ, സാഹിൽ കെ സാമനെ യേ സബ് കി, ഇതെല്ലാം ചെയ്ത് തന്റെ കൂട്ടുകാരന്റെ മുമ്പിൽ വെച്ചാണ്. അതാണ് അവൾക്ക് ഇത്രത്തോളം നാണക്കേടുണ്ടാക്കാൻ ഇടയാക്കിയത്. ഇതാണ് ഇപ്പം പഠിക്കേണ്ടത്. സുരേന്ദർജി മാഡ് സാബിനെ സാഹിൽ കെ സാമനെ ബേല കെ ബാലോ മേ പഞ്ച ഫസായ. സുരേന്ദർ മാസ്റ്റർ സാഹിലിന്റെ മുന്നിൽ ബേലയുടെ മുടിക്ക് കുത്തിപ്പിടിച്ചു. और कॉपी को बैठने की जगह पर फेंकते हैं. എന്നിട്ട് കോപ്പി ബുക്ക് അവരുടെ സീറ്റിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് ജാഗർ बैठने को कहा, പോയിരിക്കാൻ പറഞ്ഞു. ആൻസർ ഇതാണ്, മാർസാ ചാഹെ ഉസെ പീട് ലേത്തെ മഗർ സാഹിൽ കെ സാമനെ നെയ്യും. മാസ്റ്റർ വേണേ അവളെ അടിച്ചോട്ടെ, മഗർ സാഹിൽ കെ സാമനെ നെയ്യും. പക്ഷെ സാഹിലിന് മുന്നിൽ വെച്ച് അടിക്കരുതായിരുന്നു. ക്യോങ്കി ഓ സാഹിൽ കെ നസർ മേ ബഹുത് അച്ഛി थी. എന്തുകൊണ്ടെന്നാൽ താൻ സാഹിലിന് മുന്നിൽ വളരെ നല്ലൊരു കുട്ടിയായിരുന്നു. ആ ഇമേജ് എനിക്ക് നഷ്ടപ്പെട്ടു പോയില്ലേ? അതുകൊണ്ടാണ്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത്, ഒരിടത്തും നമുക്ക് തിരക്കഥയോ നമുക്ക് പഠിക്കാനുള്ള പാഠഭാഗങ്ങളൊന്നും
കത്തോ ഡയറിയോ തിരക്കഥയോ പത്രവാർത്തയോ ഒന്നും ചോദിക്കത്തില്ല. അല്ല ഒന്നും പഠിക്കാനുണ്ടായിരിക്കത്തില്ല. നമുക്ക് പഠിക്കാനുള്ള പാഠഭാഗങ്ങൾ കത്ത്, ഡയറി, പത്രവാർത്ത ഇതൊന്നും നമുക്ക് പഠിക്കാനായിട്ടുണ്ടാവില്ല. പക്ഷേ ആ ഓരോ പാഠഭാഗത്തും നമുക്ക് അതിൻ്റെ ഒരു സാധ്യത ഉണ്ടായിരിക്കും. ഒരു കത്ത് എഴുതാനൊരു സാധ്യത ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു ഡയറി എഴുതാനുള്ളൊരു സാധ്യത ഇവിടെ കാണും, അല്ലെങ്കിൽ ആ സംഭവത്തെക്കുറിച്ചൊരു പത്രവാർത്ത വരാം, അല്ലെങ്കിൽ അങ്ങ് വരാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഈ സംഭവം അടുത്ത ദിവസം ഒരു പത്രവാർത്തയായിട്ട് വരാം. ആ സാധ്യതകളാണ് നമ്മുടെ ചോദ്യങ്ങൾ. മനസ്സിലായോ? നമുക്ക് ചോദിക്കുന്ന ചോദ്യങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കഥാപാത്രം ഒരു ഡയറി എഴുതാൻ സാധ്യതയുണ്ടോ? ആ കഥാപാത്രം ഒരു കത്ത് എഴുതാൻ സാധ്യതയുണ്ടോ? ഒരു കഥാപാത്രം അവിടെ ആ സംഭവം ഒരു പത്രവാർത്തയായിട്ട് വരാനുള്ള ഒരു സാധ്യതയുണ്ടോ? ആ സാധ്യതയാണ് നമ്മുടെ ചോദ്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഒരു സാധ്യതയുണ്ടെന്നാണ്. ബേല അന്നേ ദിവസം ഒരു ഡയറി എഴുതാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ തനിക്കുണ്ടായ ദുരനുഭവങ്ങൾ തന്റെ അമ്മയോട് പങ്കുവയ്ക്കുന്നതായിട്ട് ഒരു കോൺവെർസേഷൻ, ഒരു വാർത്താലാപന, ഒരു സംഭാഷണത്തിന് സാധ്യതയുണ്ട്. മനസ്സിലായി? തന്റെ അമ്മയോട്, അമ്മ ഇങ്ങനെയൊക്കെ സംഭവിച്ചു, മാസ്റ്റർ എന്നെ മുടി കുത്തി പിടിച്ചു, അത് സാഹിലിന്റെ മുമ്പ് വെച്ച് തന്നെ ചെയ്തു എന്നൊക്കെ ഒരു സംഭാഷണത്തിന് അവിടെ ഒരു സാധ്യതയുണ്ട്. ഒരു ഡയറി എഴുതാൻ ഒരു സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഈ സംഭവങ്ങൾ വിവരിച്ചുകൊണ്ട് തന്റെ കൂട്ടുകാരിക്ക് ഒരു കത്തെഴുതാനുള്ള ഒരു സാധ്യതയുണ്ട്. ഈ സാധ്യതകളാണ്, ഓരോ പാഠഭാഗങ്ങളിലുള്ള സാധ്യതകളാണ് നമുക്ക് ചോദ്യങ്ങളായിട്ട് വരുന്നത്. മനസ്സിലായോ? അപ്പം സംഭവം അതാണ് നമുക്ക് മൂന്നാമത്തെ സംഭവമായിട്ട് പഠിക്കാനുള്ളത്. സുരേന്ദ്രജി മാർ സാബ്നെ സാഹിൽ കെ സാമനെ ബേല കെ ബാലോ മേം പഞ്ചാ ഫസായ. ഓക്കെ, ഇനി നമുക്ക് പഠിക്കേണ്ടുന്ന നാലാമത്തെ സംഭവം. 3 സംഭവങ്ങൾ എല്ലാവർക്കും നന്നായിട്ട് മനസ്സിലായല്ലോ. 3 സംഭവങ്ങൾ എന്ന് പറയുന്നത് ഇത്രയാണ്. ഇനി നമുക്ക് 4ാമത്തെ സംഭവത്തിലേക്ക് പോകാം. 4ാമത്തെ സംഭവം എന്ന് പറയുന്നത് ഒരു ദീപാവലി വെക്കേഷന് ശേഷം സ്കൂൾ തുറക്കുകയും ദീപാവലി വെക്കേഷൻ കഴിഞ്ഞിട്ടോ ഒരു വെക്കേഷന് ശേഷം സ്കൂളിലേക്ക് വരുന്ന ബേല. പക്ഷെ ബേല സ്കൂളിലേക്ക് വരുമ്പോൾ അവിടെ തലയിൽ ഒരു വൈറ്റ് ബാൻഡേജ് ചുറ്റിട്ടുണ്ടായിരുന്നു, ഒരു വെള്ള ബാൻഡേജ് ചുറ്റിട്ടുണ്ടായിരുന്നു. എല്ലാ കുട്ടികളും അവളെ കളിയാക്കി, എല്ലാവരും അവളെ പരിഹസിക്കുകയാണ്. സഫേദ് പട്ടി എന്നും ഹോയ് ഹോയ് സഫേദ് പട്ടി എന്നും സുൽത്താന ഡാക്കു എന്നും ഒക്കെ പറഞ്ഞാൽ കൊള്ളക്കാരി വരുന്നടാ, കൊള്ളക്കാരുടെ നേതാവ് വരുന്ന ഹോയ് ഹോയ് സുൽത്താന ഡാക്കു, ഹോയ് ഹോയ് സഫേദ്, ഹോയ് വെള്ളത്തലയെക്കെട്ടുകാരി, ഹോയ് സുൽത്താന ഡാക്കു, രാജ്ഞി വരുന്നു എന്നൊക്കെ പറഞ്ഞ് കുട്ടികൾ അവളെ പരിഹസിക്കുന്നു. അപ്പോഴും അവിടെ ആത്മസുഹൃത്തായിട്ടുള്ള സാഹിൽ ബേലയെ സമീപിച്ചുകൊണ്ട് നടത്തുന്ന ആ സംഭാഷണം അല്ലേ, സാഹിലിനെ പരേഷാൻ ഹോത്തായി. സാഹിൽ വളരെ സങ്കടത്തോടുകൂടി, വളരെ വ്യാകുലതയോടുകൂടി തൻ്റെ കൂട്ടുകാരോട് ചോദിച്ചു, ക്യാ ഹോ ഗയാ ബേല. ആ സംഭാഷണം നമ്മൾ പഠിച്ചിരിക്കണം. ആ ഭാഗത്തുള്ള ആ സംഭാഷണം പഠിച്ച് വാർത്താലാപമായിട്ട് നമുക്ക് ചോദിക്കാം. അല്ലെങ്കിൽ എന്താണ് ബേലയ്ക്ക് എന്ത് സംഭവിച്ചു, ബേലയുടെ തലയിൽ വൈറ്റ് ബാൻഡേജ് ചുറ്റുവരായ സാഹചര്യം എന്താണ്, അത് പരീക്ഷിച്ച് ചോദിക്കാം. അപ്പം സംഭവം ഇതാണ്. ദിവാലിക്ക് ചുട്ടിയോങ്കെ ബാദ് സ്കൂൾ കുലാത്തോ ബേല സഫേദ് പട്ടി ബാൻ കറാത്തി ഹെ. ബേല ഒരു വൈറ്റ് ബാൻഡേജ് ചുറ്റിക്കൊണ്ടാണ് വരുന്നത്. അങ്ങനെ അതിനുശേഷം ഈ സാഹിലും ബേലയും സ്കൂളിലെ മുഴുവൻ കുട്ടികളോടൊപ്പം ഡ്രിൽ പീരീഡ്, PT പീരീഡിൽ ഖേൽഖടി में ഗാന്ധി ചൗക്ക് കി ബാലു में ഗാന്ധി പാർക്കിലെ പൂഴിമണ്ണിൽ പോയി ലംഗേ ടോങ് കളിക്കുന്ന ഒരു സാഹചര്യം. അതാണ് നമുക്ക് അടുത്ത ഭാഗമായിട്ട്, അടുത്ത സംഭവമായിട്ട്, അല്ലെങ്കിൽ കഥയിലെ 4ാമത്തെ സംഭവമായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പം എല്ലാവരും അവളെ കളിയാക്കുന്നു. അങ്ങനെ സങ്കടത്തോടു കൂടി സാഹിൽ ചോദിക്കുക, ക്യാ ഹോ ഗയാ ബേല, ഇതെന്ത് പറ്റിയതാണ് ബേല എന്ന് ചോദിക്കുന്നു. അവൻ പറയുന്നു, ചത്തെന്ന് പറഞ്ഞാല് ടെറസ്. അപ്പൊ ബേല എവിടെ നിന്ന് വീണതാണ്? ടെറസിൽ നിന്ന് വീണതാണ്. ടെറസിൽ നിന്ന് വീണുണ്ടായ മുറിവാണ്. ആ മുറിവിലാണ് വൈറ്റ് ബാൻഡേജ് ചുറ്റിക്കൊണ്ട് ആര് വന്നിരിക്കുന്നത്? അപ്പൊ വൈറ്റ് ബാൻഡേജിന്റെ ഹിന്ദി പഠിക്കണം. സഫേദ് പട്ടി കഹാംസെ ഗിർ ഗയ്, എവിടെ നിന്ന് വീണു? അപ്പൊ ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ നമ്മൾ മനപ്പാഠമാക്കിയിരിക്കണം. ഛത്സെ ഗിർ മീൻസ് ടെറസിൽ നിന്ന് വീണിട്ടാണ് അവൾക്ക് അങ്ങനെ ഉണ്ടായത്. എന്നിട്ട് അവൾ പറയുന്നു ഛത്സെ ഗിർ ഗയ് എന്ന് പറഞ്ഞാൽ ചിരിച്ചു. വേദന ഹസ്തേ ചിരിച്ചോണ്ടാണ് വേദന പറയുന്നത്. എന്നിട്ട് പറയുന്നു ബഹുദിൻ ഹോ ഗേ, ഒരുപാട് ദിവസമായി. ആജ് ഖേൽഖടിമേം ഗാന്ധി ചൗക്ക് മേം ലംഗേട്ടോം കലേങ്കെ, നമുക്കിന്ന് ഒരുപാട് ദിവസമായില്ലേ നമ്മൾ കളിക്കാൻ പോയിട്ട്, നമുക്കിന്ന് ഡ്രിൽ പീരീഡ് ഗാന്ധി പാർക്കിൽ പോയി ചെക്ക് കളിക്കാം എന്ന് ബേല പറയുന്നു. ആ വാർത്താലാവായിട്ട് ആ ഭാഗം പഠിച്ചു കേട്ടോ, പഠിക്കണം നമ്മൾ. അപ്പം സാഹിൽ പറയുന്നു, നെയ് കലേങ്കെ, തേരെ സിർ മേം ഫിർസെ ലഗ് ജായേ, നിന്റെ തലയിലെ മുറിവ് ഒന്നുകൂടി അത് വഷളായാലോ, നെയ് കലേങ്കെ, അതുകൊണ്ട് കളിക്കില്ല എന്ന് പറയുന്നു. അപ്പം ബേല പറയണം, നെയ് ലേഗി സാരമില്ല,
സാരമില്ല, നെയ്യിലെ ബേലാനെ സിദ്ദിഖി ബേല ശാഠ്യം പിടിച്ചു. ആ ശാഠ്യത്തിന് വഴങ്ങി അവര് എല്ലാ തവണത്തെയും പോലെ, എല്ലാ പ്രാവശ്യത്തെയും പോലെ മുഴുവൻ കുട്ടികളോടൊപ്പം, ആ സ്കൂളിലെ 5ാം ക്ലാസ് വരെയുള്ള മുഴുവൻ കുട്ടികളോടുമൊപ്പം ഗാന്ധി പാർക്കിലെ പൂഴിമണ്ണിൽ പോയി ചെക്ക് കളിച്ചു. ഓക്കെ, അപ്പൊ എന്താണ്? നെഹിലേഗെ മീൻസ് സാരമില്ല, ബേലാനെ സിദ്ദിഖി ബേല ശാഠ്യം പിടിച്ചു. और वे हमेशा की तरह അങ്ങനെ അവർ എല്ലാ തവണത്തെയും പോലെ और वे हमेशा की तरह सारे बच्चों के साथ മുഴുവൻ കുട്ടികളോടൊപ്പം ഗാന്ധി ചൗക്കി ബാലുമേ ഗാന്ധി പാർക്കിലെ പൂഴിമണ്ണിൽ പോയി ലംഗേഠോങ് ഖേലെ എന്ന് പറഞ്ഞാൽ ചെക്ക് കളിച്ചു. പക്ഷെ നമുക്കവിടെ ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് വരുന്നത്, മൂന്നാമത്തെ ചോദ്യമായിട്ട് വരുന്നത് എന്താണ്? इन बच्चों को अपने चारों ओर खेलते देखकर गांधी की मूर्ति ऐसी दिखाई पड़ती जैसे और समय से कुछ अधिक मुस्कुरा रही हो. ഈ കുട്ടികൾ തന്റെ ചുറ്റും, ഗാന്ധി പാർക്ക് എന്ന് പേര് വരാൻ കാരണം എന്താണ്? ഗാന്ധി പ്രതിമ ഉള്ളതുകൊണ്ടാണ്. അപ്പൊ ഈ കുട്ടികൾ തന്റെ ചുറ്റിലും കളിക്കുന്നത് കണ്ടിട്ട് ഗാന്ധിയുടെ പ്രതിമ ഇപ്രകാരം കാണപ്പെട്ടു എന്ന് പറയാണ്. മറ്റു സമയങ്ങളിൽ എങ്ങനെയാണോ പ്രതിമ കാണപ്പെട്ടിരുന്നത്? മറ്റു സമയങ്ങളിലൊക്കെ ഗാന്ധിജിയുടെ പ്രതിമയായാലും ഫോട്ടോ ആയാലും പുഞ്ചിരിച്ച മുഖത്തോടു കൂടിയ ഫോട്ടോയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. പുഞ്ചിരിച്ച മുഖത്തോടു കൂടിയാണ് ഗാന്ധിജിയെ നമുക്ക് ഫോട്ടോയിലും പ്രതിമയിലും ഒക്കെ കാണാൻ സാധിക്കുന്നത്. അപ്പൊ ഇവിടെ പറയാണ്, ഗാന്ധി പ്രതിമ മറ്റു സമയങ്ങളിൽ പുഞ്ചിരിച്ച മുഖത്തോടു കൂടിയാണ് കാണപ്പെടുന്നത്. അതിനേക്കാൾ അല്പം കൂടി എന്താണ്, ആ മികച്ച രീതിയിൽ കുറച്ചുകൂടി കൂടുതലായി ആ കുട്ടികളെ നോക്കി പുഞ്ചിരിക്കുന്ന പോലെ കാണപ്പെട്ടു എന്ന് പറയാണ്. എപ്പോൾ ഈ കുട്ടികൾ തന്റെ ചുറ്റിലും ഇങ്ങനെ കളിക്കുന്നുണ്ട്, ഇൻ ബച്ചോं को अपने चारों ओर തന്റെ ചുറ്റിലും ഈ കുട്ടികൾ കളിക്കുന്നത് കണ്ടിട്ട് ഗാന്ധിജിക്ക് മൂർത്തി ऐसी दिखाई पड़ती ऐसे और समय से कुछ अधिक मुस्कुरायो. അവർ समय से कुछ अधिक मुस्कुरायो, മറ്റു സമയങ്ങളെക്കാൾ കുറച്ച് കൂടുതലായിട്ട് മുസ്കുറായോ പുഞ്ചിരിക്കുന്ന പോലെ കാണപ്പെട്ടു എന്നാണ് ഇവിടെ കഥാകൃത്ത് പറയുന്നത്. അങ്ങനെ പറയാൻ അപ്പൊ അവിടെ ചോദ്യമുണ്ട്, ഇസ്ക മത്ലബ് ക്യാ ഹൈ? എന്താണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്? ഗാന്ധിജിയുടെ പ്രതിമ ചിരിച്ചു എന്നാണോ? അല്ല. ഏത് തരത്തിലുള്ള മനുഷ്യരെയും ഏത് ചിന്താഗതിക്കാരെയും ഒരുപോലെ സന്തോഷിപ്പിക്കുന്ന അല്ലെ ഒരുപോലെ പുഞ്ചിരി പകർന്നു നൽകുന്ന ഒരു സാഹചര്യമാണ് കൊച്ചു കുട്ടികളുടെ കളിയും ചിരിയും, അവരുടെ സൗഹൃദവും സന്തോഷവും ഒക്കെ എന്ന് മനസ്സിലാക്കുക. കൊച്ചുകുട്ടികളുടെ കളിയും ചിരിയും സൗഹൃദവും സന്തോഷവും ഒക്കെ, പ്രത്യേകിച്ച് അവരുടെ നിഷ്കളങ്കതയൊക്കെ എല്ലാത്തരം മനുഷ്യരെയും ഒരുപോലെ സന്തോഷിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ്. ഒരുപക്ഷെ ഈ കുട്ടികളുടെ കളിയും ചിരിയും അവരുടെ സൗഹൃദവും സന്തോഷവും ഒക്കെ കണ്ടിട്ടാകാം ജീവനില്ലാത്ത പ്രതിമയായിട്ട് പോലും ആ പ്രതിമയ്ക്ക് പോലും പുഞ്ചിരി പകർന്നു നൽകിയത്. മനസ്സിലായോ? ആ പ്രതിമ പുഞ്ചിരിച്ച മുഖത്തോടു കൂടിയാണ്, അത് കൂടുതൽ പുഞ്ചിരിച്ച് മുഖത്തോടു കൂടി കാണപ്പെട്ടു. കൂടുതൽ പുഞ്ചിരിച്ച ഒരു സാഹചര്യം അവിടെ ഉണ്ടായി എന്ന് പറയാണ്. എന്നുവെച്ചാൽ എല്ലാ ആളുകളെയും സന്തോഷിപ്പിക്കുകയും എല്ലാ ആളുകളിലും സന്തോഷം പകർന്നു നൽകുന്ന ഒരു സാഹചര്യമാണ് കുട്ടികളുടെ സൗഹൃദം, നിഷ്കളങ്കത, സ്നേഹം എന്ന് മനസ്സിലാക്കുക. അതാണ് നമ്മൾ അതിന്റെ ആൻസർ കേട്ടോ. അല്ല ഗാന്ധി പ്രതിമ ചിരിച്ചു എന്നല്ല, അവിടെ ആ ക്വസ്റ്റ്യൻ ആൻസർ വരുന്ന ഭാഗമാണ്. പിന്നെ ആ ലംഗേഠോങ് കളിക്കാൻ പോയത്, കളിച്ചത് കൂടി മനസ്സിലാക്കണം കേട്ടോ. വേ ഹമേഷാ കി തരഹ്, രണ്ടുപേരും മാത്രമല്ല കളിക്കാൻ പോകും കേട്ടോ. വേ ഹമേഷാ കി തരഹ് സാരേ ബച്ചോं के साथ മുഴുവൻ കുട്ടികളോടൊപ്പം ഗാന്ധി ചൗക്കി ബാലുമേ ഗാന്ധി പാർക്കിലെ ആ ബാലുൽ പൂഴിമണ്ണിൽ പോയി ലംഗേഠോങ് ചെക്ക് കളിച്ചു കേട്ടോ. ആ ഗാന്ധി പാർക്കിൽ പോയി ചെക്ക് കളിച്ച സാഹചര്യം, അതാണ് നമ്മുടെ നാലാമത്തെ സംഭവം. അത് ദിവാലി ചുട്ടിയോങ്കെ ബാദ്, ദിവാലി വെക്കേഷന് ശേഷം നടന്ന സംഭവം. ദിവാലി കി ചുട്ടിയോങ്കെ ബാദ് സ്കൂൾ തുറന്നതിന് ശേഷം നടന്ന സംഭവ വികാസങ്ങൾ ഇതാണ്. അപ്പൊ അവിടെ വാർത്താലാപമായിട്ട് പഠിക്കുക, ബേലയ്ക്ക് എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കുക. ഒപ്പം ഇവർ കളിക്കാൻ വേണ്ടി പോയി എവിടേക്ക്? ഗാന്ധി ചൗക്കിൽ പോയി. ഇപ്പൊ ഗാന്ധി ചൗക്കിൽ പോയപ്പോൾ ആ പ്രതിമ ഗാന്ധി ചൗക്ക് എന്ന് പേര് വരാൻ കാരണം അവിടെ ഗാന്ധിജിക്ക് മൂർത്തി ഹൈ, ഗാന്ധിജിയുടെ പ്രതിമ അവിടെ ഉള്ളത് കൊണ്ടാണ്. അപ്പൊ നാലാമത്തെ സംഭവം അതാണ്. ഈ 4 സംഭവങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കുക. ഇന്ന് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും നല്ല രീതിയിൽ മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇനി എന്തെങ്കിലും തരത്തിലുള്ള പോരായ്മകൾ എൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അല്ലെ എന്തെങ്കിലും തിരുത്തലുകൾ ഞാൻ വരുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ദയവായി അത് കമൻറ്റിൽ രേഖപ്പെടുത്തണം. അപ്പോൾ എല്ലാവരും ഇത് ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എല്ലാവരുടെയും അഭിപ്രായം രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പം നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.